हम तो रखते हैं मुसलमानों का दीन, दिल से है खुदा में खत्मुल मुरसलीन, दिल से है खुदा में खत्मुल मुरसलीन, खत्मुल मुरसलीन। ഔദുബില്ലാഹി മിനശ്ശൈത്വാനിർറജീം ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. പ്രിയ പ്രേക്ഷകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ പ്രേക്ഷകരെ, ഇന്ന് 2026 22 ഓഗസ്റ്റാണ്. ഇന്ത്യയിൽ ഇപ്പോൾ രാത്രി 10 മണിയാണ്. GMT അടിസ്ഥാനത്തിൽ 4:30 മണിയാണ്. പ്രിയ പ്രേക്ഷകരെ, രാഹുദ തുടങ്ങാനുള്ള സമയമാണിത്. ഖാദിയാൻ ദാറുൽ നിന്ന് ലൈവ് ഡിസ്കഷൻ പ്രോഗ്രാമായിട്ടുള്ള രാഹുദയുടെ ഒരു പുതിയ എപ്പിസോഡ്, ഒരു പുതിയ സീരീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ മതത്തിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് സംസാരിക്കുന്നതാണ്. നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ രാഹുദ എന്നുള്ള പ്രോഗ്രാം ലൈവ് ആയതോടൊപ്പം തന്നെ ഒരു ഇൻട്രാക്റ്റീവ് പരിപാടിയാണ്. അതായത് നമ്മുടെ പ്രിയ പ്രേക്ഷകർ തങ്ങളുടെ ചോദ്യങ്ങൾ ഈ പരിപാടിയിൽ വെക്കാവുന്നതാണ്. സ്റ്റുഡിയോ ഡിസ്കഷനോടൊപ്പം തന്നെ പ്രിയ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾ സ്റ്റുഡിയോയിലുള്ള പണ്ഡിതന്മാരുടെ പാനൽ വെച്ചുകൊണ്ട് നമ്മുടെ പണ്ഡിതന്മാർ ഈ പ്രോഗ്രാമിലൂടെ തന്നെ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകുന്നതായിരിക്കും. ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ടെലിവിഷൻ സ്ക്രീനിൽ കാണിക്കുന്ന എല്ലാ ഡീറ്റെയിൽസ് മുഖാന്തരം ബന്ധപ്പെടാവുന്നതാണ്. ടെലിഫോൺസ് ലൈൻസ് മുഖാന്തരവും ടെക്സ്റ്റ് മെസ്സേജ് മുഖാന്തരവും ഫാക്സ് മെസ്സേജ് മുഖാന്തരവും ഇമെയിൽ മുഖാന്തരവും ബന്ധപ്പെടാവുന്നതാണ്. വിനീതിനോടൊപ്പം ഇന്ന് നമ്മോടൊപ്പം സംസാരിക്കുന്ന പണ്ഡിതന്മാർ, അവരെ ഞാൻ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട കോസർ സാഹിബ്, ബഹുമാനപ്പെട്ട അതാൽ മുജീബ് ലോൺ സാഹിബ് നമ്മോടൊപ്പം സംസാരിക്കുന്നതായിരിക്കും. ഞാൻ രണ്ടുപേരെയും പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയ പ്രേക്ഷകരെ, മനുഷ്യൻ എന്നും സമാധാനവും അതുപോലെ തന്നെ ഉത്തമമായിട്ടുള്ള സ്വഭാവ ഗുണങ്ങളെ സംബന്ധിച്ചും അവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ സംബന്ധിച്ചും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. സയൻസും അതുപോലെ തന്നെ യുക്തിയും മനുഷ്യനെ ഭൗതിക ലോകത്തിൽ അവന് നേർമാർഗം നൽകുന്നുണ്ടെങ്കിലും മനുഷ്യൻ്റെ യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യവും അതുപോലെ തന്നെ സമാധാനവും അത് നൽകാവുന്ന സാധ്യമല്ല. അതിന് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഗ്രന്ഥത്തിൽ തെളിയിക്കുകയുണ്ടായി, മസ്ഹബ് എന്നുള്ളത് ഒരു ഉപയോഗശൂന്യമായിട്ടുള്ള വസ്തുവല്ല, മറിച്ച് അവൻ്റെ ആത്മീയ നിലനിൽപ്പും അതുപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള അവൻ്റെ ആവശ്യങ്ങളും ആ ഒരു യഥാർത്ഥ മതവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം ഈ പരിപാടിയിൽ ഞാൻ ബഹുമാനപ്പെട്ട ഹമീദ് ഖോസാനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, 5 മാർച്ച് 1921 കോളേജിലെ ചില കുട്ടികൾ ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹുവോട് ഈ ചോദ്യം ചോദിക്കുകയുണ്ടായി. അവിടെ നിന്ന് ഹുദൂത്ത് മുലാഖാത്ത് ചെയ്തുകൊണ്ട് ഈ ചോദ്യം ചോദിക്കുകയുണ്ടായി, മതത്തിൻ്റെ ഒരു ഉപയോഗമില്ല, അതിന് ഒരു ഉപയോഗമില്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവർ പറയുകയുണ്ടായി, ചില ആൾക്കാർ അതിനെ ഭൗതികപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു ഉപയോഗമില്ല എന്ന് അവർ പറയുകയുണ്ടായി. ഉസൂ തിർമിസി ഈ ഒരു ആക്ഷേപത്തിന് അല്ലെങ്കിൽ ഈ ഒരു ചോദ്യത്തിന് എന്ത് ഉത്തരമാണ് നൽകിയത്? ജസാക്കുമുല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൻ നാസ് വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ സൂറത്താണ്. അതിൽ അള്ളാഹു പറയുകയുണ്ടായി, ആ അവസാന കാലഘട്ടത്തിൽ പല വസ്വസകളും പല സംശയങ്ങളും ഉണ്ടാക്കപ്പെടുന്നതാണെന്ന്. ആ വസ്വസകളിൽ ഒരു പരീക്ഷണം അല്ലെങ്കിൽ ഒരു വസ്വസ ഇതാണ്, ഈ കാലഘട്ടത്തിൽ മതത്തിൻ്റെ ഒരു ഉപയോഗവുമില്ല എന്ന്. ഈ ചോദ്യം ഹസ്രത്ത് മസീഹ് ഇസ്ലാമിൻ്റെ മാർച്ച് 1901 ചോദിക്കുകയുണ്ടായി. മൽഫുസാത്തിൽ ഇതിനെ സംബന്ധിച്ച് വരുന്നുണ്ട്. ഒരു വ്യക്തി വരികയുണ്ടായി, ഹദറത്ത് മസീഹ് ഇസ്ലാമിനെ പല ചോദ്യങ്ങളും അദ്ദേഹം ചോദിക്കുകയുണ്ടായി. അതിലൊരു ചോദ്യം ഇതുമാണ്, മതത്തിൻ്റെ ഉപയോഗം എന്താണ്?
അദ്ദേഹം പറയേണ്ട എനിക്ക് മതത്തിൻ്റെ ആവശ്യമില്ല. ഹദരത്ത് മസീഹ് ഇസ്ലാം ഒരു വലിയ പ്രസംഗം നടത്തുകയുണ്ടായി. ഈ അതേ പ്രസംഗം തന്നെയാണ് ഹദരത്ത് മസീഹ് ഇസ്ലാം മുസ്ലിം റളിയല്ലാഹു നൽകിയത്. ഈ ചോദ്യം തന്നെ വീണ്ടും വീണ്ടുമായിട്ട് തിരിച്ചും മറിച്ചും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഈ സമയത്ത് വീണ്ടും ഈ ഒരു വസ്വസ, ഈ ഒരു സംശയം അത് ഹൃദയങ്ങളിൽ ഉണ്ടാക്കപ്പെടുന്നു. അതിന് ഞാൻ ഉത്തരം നൽകാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ്. ആദ്യത്തെ കാര്യം ഇതാണ്, മനുഷ്യൻ എല്ലാവരും ചോദ്യം ചോദിക്കുന്ന വ്യക്തികൾ, പുതിയ ജനറേഷനായിട്ടുള്ള ആൾക്കാർ, വെസ്റ്റേൺ ഫിലോസഫി അതിൽ പ്രഭാവിതരായിട്ടുള്ള ജനങ്ങൾ, മനുഷ്യൻ അവർക്ക് മനസ്സിലാക്കണം, മനുഷ്യനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അള്ളാഹു ജനിപ്പിച്ചത്. അപ്പോൾ അതിനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ ഒരു ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നത്. അള്ളാഹു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നു, അഫ ഹസിബ്തും അന്നമ ഖലഖനാകും അബസൻ വ അന്നക്കും ഇലൈന ലാ തുർജഊൻ. നിങ്ങളെന്താ ധരിക്കുന്നുണ്ടോ ഞാൻ നിങ്ങളെ വെറുതെ വ്യർത്ഥമായിട്ടാണ് സൃഷ്ടിച്ചതെന്ന്, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരില്ല എന്ന് അള്ളാഹു പറയുന്നു. അപ്പം മനുഷ്യൻ ഒരു കാലഘട്ടം ലോകത്ത് ജീവിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് തിരിച്ചു പോകേണ്ടതാണ്. അവിടെ അവന് കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. അള്ളാഹു വീണ്ടും പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. നാം ജിന്നിനെയും അതുപോലെ തന്നെ മനുഷ്യനെയും, അതായത് വലിയ ഉന്നതമായിട്ടുള്ള ജനങ്ങളെയും അതുപോലെ തന്നെ സാധാരണക്കാരെയും എല്ലാവരെയും അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചത്. അല്ലദീ ഖലഖനൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അള്ളാഹു മരണവും അതുപോലെ തന്നെ ജീവിതവും ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനാണ്? അത് ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരാണ് ഉത്തമൻ എന്ന് പരീക്ഷിക്കാനാണ്. അപ്പോൾ ഈ ഒരു ഒന്ന് ആരാധനയ്ക്ക് വേണ്ടി, അതുപോലെ തന്നെ നല്ല സൽപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, രണ്ട് ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യൻ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ലക്ഷ്യം പ്രാപിക്കാൻ ഒരു മാർഗനിർദ്ദേശത്തിൻ്റെ ആവശ്യമുണ്ട്. അതിനെയാണ് മതം എന്ന് പറയുന്നത്. മസ്ഹബ് എന്നുള്ള വാക്ക് അറബി വാക്കാണ്. സഹബ യസ്ഹബു മസ്ഹബൻ എന്നുള്ളതാണ്. അതായത് അതിൻ്റെ അർത്ഥം ഒരു മാർഗം, ഒരു വഴി എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള മാർഗത്തെയാണ് മസ്ഹബ് എന്ന് പറയുന്നത്. ദീൻ എന്നും ഇതിനെ പറയപ്പെടുന്നു, ദീൻ ഇസ്ലാം എന്ന് പറയപ്പെടുന്നു. എന്തായാലും ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാമിനോട് ഈ ചോദ്യം ഒരു വ്യക്തി ചോദിച്ചപ്പോൾ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാം അതിന് ഉത്തരം നൽകുകയുണ്ടായി. ഞാൻ ഹുസൂർ തിരുമനസിൻ്റെ ആ വാക്കുകൾ വെക്കാനാണ് ആഗ്രഹിക്കുന്നത്. മതം എന്താണ്? ഹസ്രത്ത് മസീഹ് ഇസ്ലാം പറയുന്നു, ആ മാർഗമാണ് മനുഷ്യൻ തനിക്ക് വേണ്ടി സ്വീകരിക്കുന്ന മാർഗമാണ്. മദ്ഹബ് എന്നുള്ളത് മതം എന്നുള്ളത് എല്ലാ വ്യക്തിയും സ്വീകരിക്കേണ്ടതാണ്. ദൈവത്തിനെ വിശ്വസിക്കാത്ത വ്യക്തിയും ഒരു മാർഗം അദ്ദേഹത്തിന് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അതുതന്നെയാണ് മതം, മദ്ഹബ് എന്ന് പറയുന്നത്. ചിന്തിക്കേണ്ട കാര്യം ഇതാണ്, ഏത് മാർഗമാണോ സ്വീകരിച്ചിരിക്കുന്നത് അത് ആ മാർഗം തന്നെയാണോ അതിൽ ചലിച്ചുകൊണ്ട് അവൻ്റെ യഥാർത്ഥമായിട്ടുള്ള എന്നേക്കുമുള്ള സമാധാനവും സന്തോഷവും ഒരിക്കലും നഷ്ടപ്പെടാത്തുള്ള സമാധാനം ലഭിക്കുന്ന ആ മാർഗം തന്നെയാണോ എന്നാണ് പരിശോധിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഡൽഹി പോകണമെങ്കിൽ നമ്മൾ നെറ്റ് പരിശോധിക്കും, ഏത് മാർഗമാണ് ഏറ്റവും നല്ലതെന്ന് നമ്മൾ പരിശോധിക്കും. നമുക്ക് പെട്ടെന്ന് അവിടെ എത്താൻ വേണ്ടിയിട്ട് അള്ളാഹുവിലേക്ക് എത്തുന്ന മാർഗത്തെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു മാർഗവും ഉണ്ടാകാൻ പാടില്ല, ഒരു മതവും ഉണ്ടാകാൻ പാടില്ലേ? ഇതെങ്ങനെയുള്ള കാര്യമാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ്? മതമില്ലെങ്കിൽ കാര്യം നോക്കണം, മതം ലോകത്തെന്താണ് ചെയ്തിരിക്കുന്നത്. ഞാൻ മറ്റു മതങ്ങളെ പറ്റി സംസാരിക്കുന്നില്ല, ഇസ്ലാമിനെ വേണ്ടി ഞാൻ പറയുകയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ച് ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇസ്ലാമിൻ്റെ സ്ഥാപകർ വന്നപ്പോൾ മനുഷ്യൻ ഒരു മൃഗതുല്യമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു. അത് ഏത് സ്ഥലത്തെ വ്യക്തിയായാലും, ഏത് നാട്ടിലും, എല്ലാ നാട്ടിലും ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് ശേഷം ആദ്യം മനുഷ്യനെ, അവനെ ധാർമ്മികമായിട്ടുള്ള മനുഷ്യനാക്കി, അവനെ ദൈവത്തിനെ പോലെയുള്ള ഒരു മനുഷ്യനാക്കുകയുണ്ടായി. ഇത് വെറും ഒരു സാധാരണ വ്യക്തി സാധിക്കാൻ സാധ്യമാകും ഒരു വ്യക്തിക്ക്.
ഒരു ഭരണത്തിന് കൂടി സാധ്യമല്ലാത്ത കാര്യമാണ്. മറ്റൊരു ഉദാഹരണം നൽകാം. ഉദാഹരണത്തിന് ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാം ഈ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തന്നിരിക്കുന്നു. ഹസ്രത്ത് പറയുന്നു, താരക്കുൽ ഖബൂഖ വബദ്ദലൂ മിൻ സൗഖിഹി സൗഖി ദുആഇ ഫീ ലൈലത്തിൽ അഹ്സാരി. അദ്ദേഹം 5 ദിവസം 5 നേരം കുടിക്കുന്ന മദ്യം അതിനെ അവർ ഉപേക്ഷിക്കുകയുണ്ടായി. മദ്യം ഉപേക്ഷിപ്പിക്കുക എന്നുള്ള ചില ഒരു പ്രവൃത്തിയല്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആ മതമാണ്, മസ്ഹബാണ് ആ വ്യക്തികളെ മദ്യത്തിൽ നിന്ന് തീർത്തും അവരെ ഉപേക്ഷിച്ചത്. അതിന് പകരമായിട്ട് അവരെന്താണ് സ്വീകരിച്ചത്? രാത്രികൾ നീച്ചുകൊണ്ട് തഹജ്ജുദ് നമസ്കരിക്കുകയായിരുന്നു അവർ ചെയ്തത്. മറ്റൊരു ഉദാഹരണം ചരിത്രത്തിൽ നിന്ന് ലഭിക്കുന്നത് ഹസ്രത്ത് അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞങ്ങൾ മദീനയിലായിരുന്നു. അബൂ തൽഹ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വീട്ടിൽ മദ്യം കുടിപ്പിക്കുകയായിരുന്നു ജനങ്ങളെ. പുറത്തുനിന്ന് ശബ്ദം കേൾക്കുകയുണ്ടായി, മദ്യം അത് ഹറാമായിരിക്കുന്നുവെന്ന്. വീട്ടിലുള്ള വ്യക്തി ചോദിക്കുകയുണ്ടായി, എന്താണ് കേൾക്കുന്നത്, പുറത്തു പോയി അന്വേഷിക്കുക എന്ന് പറയുകയുണ്ടായി വീട്ടിലത്തെ വ്യക്തി. അപ്പോൾ മറ്റൊരു വ്യക്തി പറയും, ആദ്യം നമുക്ക് കുടിക്കാൻ അന്വേഷിക്കാമെന്ന്. അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, അല്ല, അത് സാധ്യമല്ല. അബൂ തൽഹ പറയുകയുണ്ടായി, വീട്ടിലെല്ലാം ഭരണികളും അതോടെ തടിച്ചുടക്കുക. പറയപ്പെടുന്നു മദീനയിൽ ആ ദിവസം മുഴുവൻ മദ്യം ഒഴുകിയായിരുന്നുവെന്ന്. ഇന്ന് വലിയ ഭരണകാലങ്ങൾ കോടിക്കണക്കിന് പൈസ ചെലവഴിച്ചുകൊണ്ട് പല പദ്ധതികളും കൊണ്ടുവന്ന് പരിശ്രമിക്കുന്നു, ഡ്രഗ്സ് എല്ലാം അതിനെ ദൂരീകരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നിട്ടും അത് ഇല്ലാതാക്കാൻ സാധ്യമാവുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് പിന്നെ പറയാൻ സാധിക്കുക മതത്തിൻ്റെ ആവശ്യമില്ല എന്ന്? അപ്പോൾ ഇത്ര വലിയൊരു വിപ്ലവം അത് ഉണ്ടായത് അത് ഇസ്ലാമാണ് സൃഷ്ടിച്ചത്. അത് മറ്റൊരു ഭരണവും അതിന് സാധ്യമല്ല, ഒരു ഭരണകൂടത്തിനും സാധ്യമല്ല. നിങ്ങൾ നോക്കുക, ആ കാട്ടറിവുകളിൽ തന്നെ വലിയ വലിയ പണ്ഡിതന്മാരും അതുപോലെ തന്നെ സയൻറ്റിസ്റ്റുമാരും ഉണ്ടാവുകയുണ്ടായി. അൽ ബൈറൂനി ഇന്ന് ചെയ്ത പ്രവൃത്തികൾ ലോകമറിയാം അദ്ദേഹത്തിൻ്റെ. ഇബ്നു റുഷ്ദ് എന്താണ് ചെയ്തത്, ഇബ്നു ഹസം എന്താണ് ചെയ്തത്, അദ്ദേഹത്തിന് അവരുടെ എല്ലാം ഭൗതിക ലോകത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള അവരുടെ സേവനങ്ങൾ ഇതെല്ലാം അവർക്ക് ലഭിച്ചത് എവിടെ നിന്നാണ്? ഇതൊക്കെ മസ്ഹബെ ഇസ്ലാമിൽ നിന്നാണ്, ഇസ്ലാം മതത്തിൽ നിന്നാണ്. പുതിയ അറിവുകൾ ഇതെല്ലാം വിശുദ്ധ ഖുർആൻ്റെ ബർക്കത്ത് കൊണ്ടാണ് ആ കാട്ടറിവുകളിൽ നിന്ന് ഈ അറിവുകൾ വന്നത്. ഹസ്രത്ത് മുസ്ലിം തന്നെ ഇൻഖിലാബി ഹഖീഖ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, കൊളംബസിന് അമേരിക്കയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് അറബികളിൽ നിന്നാണ് ലഭിച്ചതെന്ന് സ്ഥാപിക്കുകയുണ്ടായി. ആ മതത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നത് അത് ഈ എല്ലാ ഉപകാരങ്ങളും ഇന്ന് ലോകത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള ഭൗതികമായിട്ടുള്ള എല്ലാ വരെയുള്ള അറിവുകളും അതെന്നെല്ലാം മാറി നിൽക്കുക അല്ലെങ്കിൽ അതെല്ലാം നഷ്ടപ്പെടുക എന്നുള്ളതിന് തുല്യമായിട്ടാണ് ആ ഒരു കാര്യം. മറ്റൊരു കാര്യം, ലോകത്ത് ഉപകാരപ്രദമായിട്ടുള്ള ചില കാര്യങ്ങൾ അതിൻ്റെ ചില നഷ്ടങ്ങളും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നു. ഉദാഹരണത്തിന് ഈ ഇലക്ട്രിസിറ്റി നമ്മൾ കാണുന്ന ഇതിൽ നിന്ന് എത്രയെല്ലാം ഉപകാരമെടുക്കുന്നു മനുഷ്യർ. പക്ഷേ നാം കേൾക്കുന്നുമുണ്ട് ഈ ചില വ്യക്തികൾക്ക് കറണ്ട് അടിച്ചുകൊണ്ട് മരിച്ചു പോകുന്ന സംഭവം കേൾക്കുന്നു. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് ഇനി കറണ്ടെല്ലാം നശിപ്പിച്ച് കളയാൻ കറണ്ടിൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു വിഡ്ഢിത്തരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മതത്തിനെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്ന ചില വ്യക്തികളുണ്ടെങ്കിൽ അത് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ചുമതല തെറ്റായ രീതിയിൽ അതിനെ ഉപയോഗിക്കുന്നവരുടേതാണ്. മതത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള പോയിന്റുകൾ അത് ജനങ്ങളുടെ മുമ്പിൽ വെക്കേണ്ടതാണ്. ഈ എല്ലാ തിന്മകളും അതിനെ നശിപ്പിക്കണമെങ്കിൽ അത് വെറും മതത്തിന് മാത്രം സാധ്യമാവുകയുള്ളൂ. അതിലും ഇസ്ലാം മതത്തിനാണ് അത് സാധ്യമാവുക. മനുഷ്യന് ഹൃദയ പരിശുദ്ധി നൽകാൻ സാധിക്കുന്ന ഈ മതത്തിനാണ്. ഇന്ന് നോക്കുകയാണെങ്കിൽ പഞ്ചാബിൽ മഴ പെയ്യുന്നു, എല്ലാ സ്ഥലത്തും വെള്ളപ്പൊക്കം വന്നിരിക്കുകയാണ്. ഇനി പറയുകയാണെങ്കിൽ മഴ പെയ്യാൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറയുകയാണെങ്കിൽ അത് വിഡ്ഢിത്തരപരമായിട്ടുള്ള കാര്യമാണ്. അപ്പം ജനങ്ങൾ ധരിക്കുന്നത് മതത്തിൻ്റെ ആവശ്യമില്ല. അവർ വളരെയധികം വിഡ്ഢിത്തപരമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. മതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് അവർക്ക് ചിന്തിക്കണം.
അവർ അങ്ങനെയുള്ള നഷ്ടത്തെ അവർ ചിത്രീകരിക്കുകയും അതിനെ കാണിച്ചു കൊടുക്കുകയും അതിൻ്റെ ഉപകാരത്തെ സംബന്ധിച്ച് പറയാതിരിക്കുകയും ചെയ്യുകയാണ്, അതിനെ മറച്ചു വെക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇത് ലോകം ഇതിൽ നിന്ന് എത്രത്തോളം ഫലമെടുത്തു എന്നുള്ള കാര്യം ചിന്തിക്കുന്നില്ല. അപ്പോൾ മതത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നത് ഇത് തീർത്തും തെറ്റായൊരു കാര്യമാണ്. മുസ്ലിം മൗദൂദി അല്ലാഹു തആല അൻഹു പല ഉദാഹരണത്തിലൂടെ ഇത് പറഞ്ഞു തരികയുണ്ടായി. ജനങ്ങളുടെ ചോദ്യങ്ങൾ ഈ കാരണം കൊണ്ടാണ് ഇത് ജനങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ല. അള്ളാഹുവിൽ വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച ആയത്തിൽ അള്ളാഹു പറയുന്നു, ഞാൻ നൽകിയിട്ടുള്ള ഉദ്ദേശം നിങ്ങൾക്ക് അതിനെ പൂർത്തിയാക്കി നിങ്ങൾ വരുന്നില്ലെങ്കിൽ ഇവിടെ നിങ്ങളുടെ കണക്കെടുക്കുന്നതാണ്. ഇതെപ്പോഴും ചിന്തിക്കണം. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം മരണത്തെ സംബന്ധിച്ച് അവിടെ നിന്ന് താക്കീത് ചെയ്യുമായിരുന്നു. ജീവിതം എന്നുള്ളത് കുറച്ച് കാലം മാത്രമേ ഉള്ളൂ. അപ്പോൾ മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതം. അപ്പം അതിനു വേണ്ടിയിട്ട് ആ ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കേണ്ടതാണ്. ഇവിടുന്ന് കൊൽക്കട്ടക്കും ബൊംബൈക്കും നാം പോകുമ്പോൾ വളരെയധികം തയ്യാറെടുക്കുന്നു, അതിനു വേണ്ടിയിട്ട് എല്ലാ തയ്യാറെടുപ്പും നടത്തുന്നു. പക്ഷേ യഥാർത്ഥത്തിലുള്ള യാത്ര, നമ്മളുടെ ആഖിറത്തിലേക്കുള്ള യാത്ര, അതിനു വേണ്ടി തയ്യാറെടുക്കുന്നില്ല. ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് ഇത് സംബന്ധമായി വരുന്നു. അവിടുന്ന് കിടക്കുകയായിരുന്ന സമയത്ത് ഒരു വ്യക്തി പറയുകയുണ്ടായി, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുകളിൽ കടന്ന സ്ഥലത്തിൻ്റെ ആ ഒരു പരിശമായിട്ടുള്ള സ്ഥലമായിരുന്നു, അതിൻ്റെ പാടുകളെല്ലാം ഉണ്ടായിരുന്നു. ആ സാഹബി പറയുന്നുണ്ട്, താങ്കൾക്ക് ഹുസൂർ തിരുമനസിന് വേണ്ടിയിട്ട് ഒരു നല്ല കിടക്കുണ്ടാകട്ടെ എന്ന്. ഹുസൂർ തിരുമനസ് പറയുക, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഞാനൊരു യാത്രക്കാരനാണ് ലോകത്ത്. ഞാൻ യാത്ര ചെയ്തുകൊണ്ട് ഒരു സ്ഥലത്ത് ഒരു വൃക്ഷത്തിന് കീഴിൽ കുറച്ചു നേരം വിശ്രമിക്കുന്ന ഒരു യാത്രക്കാരനാണ് ഞാൻ. അതായത് ഞാൻ കുറച്ചു നേരം വിശ്രമിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ലോകത്തിലേക്ക് വന്നിട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കിതിൻ്റെ ആവശ്യങ്ങൾ എന്താണുള്ളത്? അപ്പോൾ ലോകത്തിൻ്റെ ഭൗതിക ലോകത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കണം. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി, അവന് ചിന്തിക്കേണ്ട കാര്യം ഇതാണ്, ഏത് മതമാണ് അവന് ഈ ലോകത്തും സമാധാനം നൽകുന്നത്, അതുപോലെ തന്നെ ആഖിറത്തിലും അവന് സമാധാനം നൽകുന്ന മതം ഏതാണ്? ആഖിറത്തിലും അവന് വിജയം ലഭിക്കുന്ന, ഈ ലോകത്തും വിജയം ലഭിക്കുന്ന മതം അല്ലെങ്കിൽ മാർഗം അതേതാണ്? ഈ കാര്യം ചിന്തിച്ചുകൊണ്ട് അവനക്ക് ആ ഒരു മാർഗം സ്വീകരിക്കണം. അപ്പോൾ ഞാൻ എല്ലാവർക്കും സുവാർത്ത നൽകാൻ ആഗ്രഹിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ അള്ളാഹു ഇസ്ലാമിന് വേണ്ടിയിട്ട്, ജീവനുള്ള മതമായിട്ടുള്ള ഇസ്ലാമിന് വീണ്ടും അള്ളാഹു ജീവൻ നൽകിയിരിക്കുകയാണ്. ഹസ്രത്ത് മിർസ ഗുലാം അഹ്മദ് ഖാദിയാനി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തെ ഈ ലോകത്തെ അയച്ചുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ രണ്ടാം വരവായിക്കൊണ്ട് ഇസ്ലാമിന് വീണ്ടും അതിന് പുനരുജ്ജീവനം നൽകുകയുണ്ടായി, ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുകയുണ്ടായി. യഥാർത്ഥ മതം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ മതം മാത്രമാണ്. ഇവിടെ വരികയാണെങ്കിൽ, നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രകാശം നിങ്ങൾക്ക് ഇവിടെ തന്നെ ലഭിക്കുന്നതാണ്. ഇവിടെ മാത്രമേ നിങ്ങൾക്കത് ലഭിക്കുകയുള്ളൂ. ഇതാണ് യഥാർത്ഥ രീതിയിൽ ഹൃദയ സമാധാനം. അത് ലഭിക്കാനുള്ള ഒരേ ഒരു മാർഗം ഇതാണ്. ഇവിടെ വരിക, ഇവിടെ വന്ന് നിൽക്കുക, ഈ ഒരു സഹവാസം നിങ്ങൾ സ്വീകരിക്കുക, എൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കുക, ഖലീഫത്തുൽ മസീഹിൻ്റെ ഖുതുബകൾ കേൾക്കുക. നിങ്ങൾക്ക് ആ ഒരു ഹൃദയ സമാധാനവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതാണ് അതിൻ്റെ ഉത്തരം. മതത്തിന് ആവശ്യമില്ല എന്ന് പറയുക, മതത്തിൻ്റെ ആവശ്യമില്ലെങ്കിൽ ലോകത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയേണ്ടി വരും. ലോകത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തായാലും ഇത് വെറും ഒരു ഫാഷൻ ആയിട്ട് ചെയ്യപ്പെടുന്ന ഒരു ആക്ഷേപമാണ്, അതിൻ്റെ യാഥാർത്ഥ്യമില്ല. ജസാക്കുമുല്ലാ അഹ്സൻ ജസാ. ഇതുമായി സംബന്ധിച്ച് എൻ്റെ രണ്ടാമത്തെ ചോദ്യം മൗലാന ആത്താലും മുജീബ് സാഹിബിനോടാണ്. മതത്തിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് സയ്യിദന ഹസ്രത്ത് മുസ്ലിം മൗഊദ് തആല അൻഹു ഇതിനെ സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് ഇത്ര വ്യവസ്ഥാപിതമായ ഒരു പ്രപഞ്ചം സൃഷ്ടിക്കുകയും അത് നടത്തുകയും അതിന് ഒരു സൃഷ്ടാവ് ആവശ്യമാണ്. ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരിക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു. ജസാക്കുമുല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് വളരെ അടിസ്ഥാനപരമായൊരു സംഗതിയാണ്. മതത്തിൻ്റെ അത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു.
അതായത് ഈ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു സൃഷ്ടാവ് അത് നമുക്ക് അത് മനസ്സിലാവുമ്പോഴാണ് അത് സ്ഥാപിക്കപ്പെടുന്നത്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആളെക്കുറിച്ച് മനസ്സിലാകുമ്പോൾ തീർച്ചയായും ആ സൃഷ്ടാവ് അദ്ദേഹം അത് ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് സൃഷ്ടിച്ചത് മനസ്സിലാവും. ആ ലക്ഷ്യങ്ങൾ അതെങ്ങനെ പൂർത്തിയാക്കണം അതിനെ സംബന്ധിച്ച് ചില നിയമങ്ങൾ അവന് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് ആ മതം എന്ന് പറയുന്നത് ആ നിയമത്തിൻ്റെ പേരാണ്. അവൻ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആളെ മുഖേന അത് അയക്കുന്നു. അടിസ്ഥാനപരമായ സംഗതി എന്ന് പറയുന്നത് ദൈവാസ്തികത്തെ സംബന്ധിച്ച തെളിവുകൾ എന്നുള്ളതാണ്. അള്ളാഹു തൻ്റെ അസ്തിത്വത്തിനുള്ള തെളിവ് പല രൂപത്തിൽ ലോകത്തിന് മുമ്പാകെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. യുക്തിപരമായിട്ടും റൂഹാനിയായിട്ടുള്ള നിലയിലും. നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം അത് മുസ്ലിം മൗദൂദ് തആലാഹുവുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യം, അതായത് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്, ഇത് യുക്തിപരമായ തെളിവുമായി ബന്ധപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആൻ നമ്മൾ ചിന്തിക്കുമ്പോൾ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും അള്ളാഹു തൻ്റെ ഈ പ്രപഞ്ചത്തിൽ തൻ്റെ അസ്തിത്വത്തിനുള്ള തെളിവുകൾ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രസിദ്ധമായ ഒരു ആയത്തുണ്ട്. ആലിംറാനിലൊരു വചനമുണ്ട്. അള്ളാഹു പറയുന്നു, ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ്. തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, അതുപോലെ തന്നെ രാത്രികൾ മാറി മറിഞ്ഞ് വരുന്നത്, അതിൽ യുക്തിബോധമുള്ളവർക്ക്, ഉലുൽ അൽബാബ് എന്ന് പറയുന്നത് യുക്തിയുള്ള ആളുകൾ. അള്ളാഹു ഈ ആയത്തിൽ യുക്തിപരമായ തെളിവാണ് തന്നെ പറയുന്നത്. അതായത് ഈ പ്രപഞ്ചം, ഈ ആകാശഭൂമികൾ, ഈ പ്രപഞ്ചത്തിൻ്റെ ഈ വ്യവസ്ഥിതി എന്ന് പറയുന്നത് ഇത് യുക്തിയുള്ള ആളുകൾക്ക് അവർക്കിത് മനസ്സിലാക്കുന്നത് മതിയായതാണ്. അതായത് എത്ര ഈ മഹത്തായ ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവ് ഉണ്ടായിരിക്കണം, ഇത് അതിനുള്ള ഒരു അടയാളമാണ്. ഇത് അവരെ സംബന്ധിച്ചൊരു മാർഗദർശനമാണ്, അവർക്ക് ഒരു മാർഗദർശനമാണിത്. ഇത് നിസ്സാരമായി പറഞ്ഞില്ല, വളരെ മഹത്തായ ഒരു സംഗതിയാണ്. അതായത് പ്രപഞ്ചത്തിൻ്റെ ഈ സംവിധാനം എന്ന് പറയുന്നത് അത് ഒരാൾ സൃഷ്ടിക്കാതെ എങ്ങനെ ഉണ്ടാകും? മറ്റൊരു വചനത്തിലുള്ള അള്ളാഹു വിശുദ്ധ ഖുർആനിൽ സൂറ മുൽക്കിലെ പറയുന്നു, മാ തറാ ഫീ ഖൽഖി റഹ്മാനി മിൻ തഫാവുത്തിൻ ഫർജയിൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ സുമർജയിൽ ബസറ കറക്കൈനി യൻഖലിബു ഇലൈക്കൽ ബസർ വഖാസിഹും വയ്യാഹ വസീൻ. മാ തറാ ഫി ഖൽഖി റഹ്മാനി മിൻ തഫാവുത്തിൻ. ഇവിടെ അള്ളാഹു, റഹ്മാനായ അള്ളാഹു, അവൻ്റെ ഈ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം, ഇതിൽ ഒരു തരത്തിലുള്ള പിഴവും നിനക്ക് കാണാൻ സാധ്യമല്ല. ഒരു തരത്തിലുള്ള നിയമമോ ഒരു തരത്തിലുള്ള സംഗതിയോ അതിനെ നിങ്ങൾ ഒരു പിഴവ്, ഒരു ന്യൂനത എന്ന രീതിയിൽ നിങ്ങൾക്ക് പറയണം. ഈ പ്രപഞ്ചത്തിലെ ഒരു നിയമം പോലും നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല, അതൊരു തെറ്റായി നിങ്ങൾക്ക്, അതായത് ഫർജിൽ ബസറ ഹൽ തറാമിൻ ഫുദർ, നീ നിൻ്റെ ദൃഷ്ടിയെ പായിച്ചു കൊള്ളുക. നിങ്ങൾക്ക് എന്തെങ്കിലും കുറവോ വല്ല ന്യൂനതയോ പോരായ്മ കാണാൻ കഴിയും. ഫർജൽ ബസറ കറത്തേനെ, വീണ്ടും നിൻ്റെ ദൃഷ്ടിയെ പായിപ്പിക്കുക. അപ്പോൾ നിൻ്റെ ദൃഷ്ടി അത് ക്ഷീണിച്ചു പോവും, തിരിച്ചു വരുന്നതായിരിക്കും. നിനക്ക് ഒരു തരത്തിലുള്ള പോരായ്മ നിനക്കിതിൽ കാണുന്നതല്ല. ഇതിൽ അള്ളാഹു വളരെ മഹത്തായ ഒരു വചനമാണിത്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥിതി എന്ന് പറയുന്നത് അതിനെ തൻ്റെ അസ്തിത്വത്തിനുള്ള തെളിവായിട്ടാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു എടുത്ത് പറയുന്നത്. എത്ര മഹത്തായ സൃഷ്ടിപ്പാണ് പ്രപഞ്ചത്തിൻ്റെത്. ഈ കാലഘട്ടത്തിൽ, ശാസ്ത്രീയ കാലഘട്ടത്തിലൂടെ, ആധുനിക കാലത്തിലൂടെ പല ടെലസ്കോപ്പുകൾ കണ്ടുപിടിക്കപ്പെട്ടിരുന്നു. അത് പല ദൂരത്തുള്ള വസ്തുക്കൾ കാണുന്ന ആയിരക്കണക്കിന് മില്യൺ ഗാലക്സികൾ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. അവർ അറിയുകയാണ് ചെയ്യുന്നത്. അവർ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അവർക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു, ഈ നിയമങ്ങളെക്കുറിച്ച് അവർക്ക് അറിയാൻ തുടങ്ങിയിരിക്കുന്നു. എന്നാൽ അത്ര വിശാലമായി, അത്ര ആഴത്തിൽ അവർ പോകുന്നു, അവരുടെ അത്രമാത്രം ദൂരത്തേക്ക് പോകുന്നു, അത്രത്തോളം പുതിയ രഹസ്യങ്ങൾക്കായി പ്രപഞ്ചത്തിൻ്റെ അവരുടെ മുന്നിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് മഹത്തായ ഈ രഹസ്യം അത് എന്തെങ്കിലും ചെറിയ അടയാളമാണോ? അള്ളാഹു ആയത്തിൽ ഇതിലേക്കാണ് സൂചന നൽകുന്നത്. ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞ എത്ര മഹത്തായ വിശാലമായൊരു വ്യവസ്ഥയാണെന്ന് വെച്ചാൽ അതിലൊരു തരത്തിലുള്ള പോരായ്മയും ഒരു തരത്തിലുള്ള ന്യൂനതയോ കുറവോ തരത്തിൽ വിടവോ ഇതിലുണ്ടായിട്ടില്ല. ഇതിന് സൃഷ്ടാവുണ്ടെന്നുള്ള തെളിവല്ല ഇത്. മറ്റു ഒരുപാട് ആയത്തുകളുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ പറയുകയാണ്,
ഇന്ന ഷംസ വൽ ഖമറ ആയത്താനി മിൻ ആയാത്തില്ല. അതായത് സൂര്യനും ചന്ദ്രനും ഇത് അള്ളാഹുവിൻ്റെ ആയത്തുകളിൽപ്പെട്ടതാണ്, അള്ളാഹുവിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. അടയാളപ്പെട്ട 2 അടയാളങ്ങളാണ്. ഒരുപാട് അടയാളങ്ങളുണ്ട്. അത് നിങ്ങൾ എണ്ണുകയാണെങ്കിൽ അത് കോടികൾ കണക്കിനുണ്ടാവും, അല്ലാതിനൊപ്പം. എന്നാൽ ഈ 2 അടയാളങ്ങളെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് തൻ്റെ സഹാബകൾക്ക് വിവരിച്ചു കൊടുക്കുകയുണ്ടായി. ഈ അടയാളങ്ങൾ എന്തിൻ്റെ എന്ന് വെച്ചാൽ ഇതിനൊരു സൃഷ്ടാവുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ്. ഇതിൽ അള്ളാഹു ഒരു വ്യവസ്ഥിതി വെച്ചിരിക്കുന്നു. അത് നിങ്ങൾ സൗരയൂഥത്തിൻ്റെ തന്നെ ചിന്തിക്കുകയാണെങ്കിൽ അതിൽ തന്നെ സൗരയൂഥത്തിൽ തന്നെ അള്ളാഹു വെച്ചിരിക്കുന്നത്, അതിൽ തന്നെ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം വിശ്വസിക്കാൻ നിർബന്ധിതരാണ്. അത് നമ്മളെ ചിന്തിപ്പിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. നമ്മളെ ഈ വ്യവസ്ഥിതി അത് സൃഷ്ടാവില്ലാണ്ട് ഉണ്ടാവില്ല എന്നുള്ളത്, ഇത് സ്വയം ഇത് നിലനിൽക്കില്ല എന്നുള്ളത് ചിന്തിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നു. ഈ കാലഘട്ടത്തിൽ അത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമും വളരെ ശക്തമായ നിലയിൽ തൻ്റെ ഗ്രന്ഥങ്ങളിൽ ഈ കാര്യം വിവരിച്ചിട്ടുണ്ട്. അതായത് ഈ പ്രപഞ്ചം, അതിൻ്റെ ഒരു വ്യവസ്ഥിതി, അത് നമുക്ക് പറഞ്ഞു തോരുന്നത് ഇതിനൊരു സൃഷ്ടാവുണ്ട് എന്നുള്ളതാണ്, ഇതിനെ നിർമ്മിച്ച ഒരാളുണ്ട് എന്നുള്ളതാണ്, ഇതിനെ സൃഷ്ടിച്ച ഒരാളുണ്ട് എന്നുള്ളതാണ്. ഈ നിസാം, ഈ വ്യവസ്ഥിതി നമ്മളോട് പറയുന്നത് അള്ളാഹുവിൻ്റെ അസ്തിത്വം ഉണ്ട് എന്നുള്ളതാണ്, ഇതിനെ സൃഷ്ടിച്ച ഒരാളുണ്ട് എന്നുള്ളതാണ്. മുൻകാലങ്ങളിൽ നിന്നും അത് മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലും ഇപ്പോഴും ചില സമയത്ത് ഈ ചിന്തകൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. മതവും ശാസ്ത്രവും അത് 2 വ്യത്യസ്ത കാര്യങ്ങളാണ് എന്നുള്ളത്, അതിൽ യാതൊരു തരത്തിലുള്ള യോജിപ്പുമില്ല എന്നുള്ള അത് മസീഹ് സ്വലാത്തു വസ്സലാം വളരെ വ്യക്തമായി പറയുകയുണ്ടായിട്ടുണ്ട്. വിശുദ്ധ ഖുർആനും ശാസ്ത്രവും യാതൊരു തരത്തിലുള്ള വൈരുദ്ധ്യവുമില്ല. അവിടുന്ന് പറയുകയാണെങ്കിൽ സയൻസ് എത്ര തന്നെ പുരോഗതി പ്രാപിച്ചാലും, എത്ര തന്നെ ഉന്നതിയിലെത്തിയാലും വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങൾക്കെതിരെ സയൻസിൽ നിന്ന് ഒരു സംഗതി ലഭിക്കുന്നതല്ല. ഏതെങ്കിലും സംഗതി വിശുദ്ധ ഖുർആനെതിരെ ശാസ്ത്രം എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായും അത് തെറ്റായിരിക്കും. ഓരോ സംഗതിയും അംഗീകരിക്കപ്പെട്ട സംഗതി വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനം അനുസരിച്ചിട്ടുള്ളതായിരിക്കും. സയൻസ് എന്ന് പറയുന്നത് ഖുർആനെതിരായിട്ടുള്ള ശാസ്ത്രമല്ല. അത് മസീഹ് സ്വലാത്തു വസ്സലാം ഇതിനെ ഒരു ഉസൂലായിട്ട്, ഒരു തത്വമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നു, ഹുസൂർ പറയുകയാണ്, അതായത് പ്രപഞ്ചം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രവൃത്തിയാണ്, വിശുദ്ധ ഖുർആൻ അവൻ്റെ വാക്കാണ്. അതുകൊണ്ട് തന്നെ ഇത് സംഭവിക്കുക തന്നെയല്ല, അള്ളാഹുവിൻ്റെ ഖൗലും അവൻ്റെ ഫേലും പരസ്പരം വൈരുദ്ധ്യമായി സാധ്യമല്ല. അതായത് യഥാർത്ഥ സയൻസ്, അതായത് ഞാൻ പറയാൻ കാരണം ശാസ്ത്രജ്ഞന്മാർ ചില തിയറികൾ മുന്നോട്ട് വെക്കാറുണ്ട്, അത് പിന്നീട് തെറ്റാണെന്ന് തെളിയിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ തിയറികളെ യഥാർത്ഥ സയൻസ് എന്ന് പറയാൻ പറ്റില്ല. യഥാർത്ഥ സയൻസ് എന്ന് പറയുന്നത് അംഗീകരിക്കപ്പെട്ട, എല്ലാവരും വിശ്വസിക്കുന്ന സയൻസ്, ആ സയൻസ് എന്ന് പറയുന്നത് അത് വിശുദ്ധ ഖുർആൻ അനുസരിച്ചിട്ടുള്ളതാണ്. എന്തെന്നാൽ അള്ളാഹുവിൻ്റെ ഖൗലാണ് ഖുർആന്. യഥാർത്ഥ സയൻസ് എന്ന് പറയുന്നത് തെളിയിക്കപ്പെട്ടത് അത് അള്ളാഹുവിൻ്റെ പ്രവൃത്തിയാണ്, അള്ളാഹുവിൻ്റെ ഫേലാണ്. ഈ സംഗതിയാണ് അത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹു വിവരിച്ചിട്ടുള്ളത്. മനുഷ്യൻ എന്ന് പറയുന്നത് അതൊരു തരത്തിലുള്ള പതയല്ല, സമുദ്രത്തിലൊരു വന്ന് പെട്ടെന്ന് ഇങ്ങനെ പതിഞ്ഞ് തിരമാലയിലെ പതയല്ല ഇത്. അത് ഇതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത് നിഷ്പ്രയോജനമല്ല എന്ന് നമുക്ക് ചിന്തിക്കാൻ നിവൃത്തിയില്ല. അള്ളാഹു വെറുതെ ഇവരെ സൃഷ്ടിച്ചതല്ല, ഇതിന് എന്തൊരു ലക്ഷ്യമുണ്ട് ഈ സൃഷ്ടിപ്പിൽ. അതുപോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ ഉദാഹരണം നൽകിക്കൊണ്ട് അത് മുസ്ലിം തലാൻഹു വളരെ ലളിതമായൊരു ഉദാഹരണം നൽകേണ്ടായി. ഒരു ഇഷ്ടിക ഒരു സ്ഥലത്ത് കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അത് എങ്ങനെയെങ്കിലും വീണതായിരിക്കും വെച്ചിട്ട്. എന്നാൽ ഒരു ഭവനത്തെ സംബന്ധിച്ച് തന്നെ, ഒരു വീടിനെ സംബന്ധിച്ച് അത് വീട് ഇങ്ങനെ ഉണ്ടായെന്ന് നമുക്ക് സ്വയം ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നീട് ഉദാഹരണം ഹുസൂർ പറയും, ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും മഷി വീണാൽ ആ മഷി വീണതോട് കൂടിയിട്ട് എന്തെങ്കിലും കണ്ണുപോലുള്ള എല്ലാ ചിത്രമോ എന്തെങ്കിലുമൊക്കെ വന്നേക്കാം, അങ്ങനെ അറിയാതെ അങ്ങനെ വന്നേക്കാം. എന്നാൽ മഷി വീണാൽ കണ്ണും മൂക്കും അതുപോലെ തന്നെ പൂർണ്ണമായ ചിത്രം തന്നെ ഉണ്ടാവുക എന്നുള്ളത് ഇത് സാധ്യമാണോ? അത് ഒരു ചിത്രകാരനില്ലാതെ ഇത് സംഭവ്യമാണോ? ഒരിക്കലുമല്ല. അതുപോലെ തന്നെ നമുക്ക് പറയാൻ സാധിക്കുമോ ഇത് മഷി വീണിട്ടാണ് ഇങ്ങനെ മൊത്തം രൂപമുണ്ടായത് എന്നുള്ളത്?
ഈ സംഗതിയാണ് ആദർ മുസ്ലിം അല്ലാഹു തആല അൻഹു വിവരിച്ചിട്ടുള്ളത്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഇത് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിനുള്ള ഒന്നാന്തരം തെളിവാണ്. ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ഇത് തന്നെയാണ് തെളിയിച്ചു കൊണ്ടിരിക്കുന്നതും. ചില സമയത്ത് ശാസ്ത്രജ്ഞന്മാർ, ചില അഹങ്കാരികളായ ശാസ്ത്രജ്ഞന്മാർ അവർ അഹങ്കാരത്തിൽ തൻ്റെ അറിവിൽ ഊറ്റം കൊണ്ടുകൊണ്ട് അവർ അള്ളാഹുവിൻ്റെ ആവശ്യമൊന്നുമില്ല, മതത്തിൻ്റെ ആവശ്യമില്ല, മതത്തിന് യാതൊരു സ്ഥാനവുമില്ല, ദൈവം തന്നെയില്ല എന്നൊക്കെ അവരുടെ അഹങ്കാരത്തോടുകൂടി പറയാറുണ്ട്. അവർ യഥാർത്ഥ നിലയിൽ ശാസ്ത്രത്തെ, ശാസ്ത്രീയ യാഥാർത്ഥ്യങ്ങളെ ലോകത്തിന് മുമ്പാകെ അവതരിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ ഈ യാഥാർത്ഥ്യങ്ങൾ എങ്ങനെയുള്ളതാണെന്ന് വെച്ചാൽ അത് സ്വയം ഉണ്ടാവുന്നതല്ല എന്ന് അവർക്ക് ചിന്തകൾക്ക് മനസ്സിലാവുന്നതാണ്. ഇതിന് സിട്ടാവുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ്റെ ഒരു ആയത്ത് ഞാൻ അവസാനം അവതരിച്ചു. ഇതിലാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, സനുരീഹിം ആയാത്തിന ഫി ആഫാഖി വഫി അംഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. അതായത് നാം അവർക്ക് ഈ പ്രപഞ്ചത്തിലും ഫി അംഫുസിഹിം അവരുടെ നഫ്സുകളിലും അവരുടെ ശരീരത്തിലും അടയാളങ്ങൾ കാണിക്കുന്നതാണ്. എത്രത്തോളം എന്നാൽ അത് വളരെ വ്യക്തമായി അത് അവൾക്ക് മനസ്സിലാവും, അത് സത്യമാണെന്നുള്ളത്, അള്ളാഹുവിൻ്റെ അസ്തിത്വം വ്യക്തമാണ് എന്നുള്ളത്, ഹക്കാണെന്നുള്ളത്, അള്ളാഹുവിൻ്റെ റസൂൽ ഹക്കാണ് എന്നുള്ളത് അവർക്ക് ബോധ്യമാകുന്നതാണ്. അതായത് പ്രപഞ്ചത്തിലും അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലും അള്ളാഹു ഒരുപാട് അടയാളങ്ങൾ വെച്ചിരിക്കുന്നു ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട്. അത് ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞതാണ്. ഉലുൽ അൽബാബ്, അതായത് ആ യുക്തിയുള്ള ആളുകൾക്ക്, യുക്തി ഉപയോഗിക്കുന്നവർക്ക്, അവർക്ക് വളരെ വ്യക്തമായൊരു തെളിവാണ്, അതിന് അടയാളമാണിത്. ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ നഫ്സുകളിൽ ഇത് നഫ്സിനെ സൃഷ്ടിച്ച ഒരാളുണ്ട്, അവനെ തിരിച്ചറിയേണ്ട ആവശ്യമാണുള്ളത്. എന്നാൽ ഈ സംഗതികളൊക്കെ, ഈ അടയാളങ്ങളൊക്കെ അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം എടുത്ത് പറഞ്ഞതാണ്. അത് ഹോന ചാഹി, അതുണ്ടാവണം എന്നുള്ള അവസ്ഥ വരെ ഉള്ളൂ. ഇത് തെളിവുകളൊക്കെ അതൊക്കെ ഉണ്ടായിരിക്കണം. എന്നാൽ ഉണ്ട് എന്നുള്ള സ്ഥാനം അതിനായിട്ട് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം പറഞ്ഞത് ഉണ്ട് എന്നുള്ള പദവി എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു സ്വയം നൽകുന്നതാണ്. തൻ്റെ ഇൽഹാമുകൾ മുഖേന, തൻ്റെ വെളിപാടുകൾ മുഖേന, ദുആ സ്വീകാര്യത മുഖേന, അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഈമാൻ, നമ്മുടെ നജങ്ങൾ അത് രൂഢമൂലമാകും. എത്രത്തോളം രൂഢമൂലമെന്ന് വെച്ചാൽ ഒരു മരത്തിൽ ആണി അടിച്ചതുപോലെ അത്ര ദൃഢമായി ആ ഒരു ദൈവത്തിലുള്ള വിശ്വാസം നമ്മുടെ ഉള്ളിൽ രൂഢമൂലമായിക്കൊണ്ടിരിക്കുന്നതാണ്, ഉറച്ചു നിൽക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ പ്രപഞ്ചം ഇത് നമ്മെ മാർഗദർശനം നൽകുന്നത് ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളത്, ഉണ്ടാവേണ്ടതാണ് എന്നുള്ളതാണ്. ആ ദൈവമാണ്, അവനാണ് ദൈവം, അവനാണ് പ്രവാചകന്മാരെ അയക്കുന്നത്, ലോകത്ത് മതങ്ങൾ അയക്കുന്നത് അവനാണ്, ജനങ്ങൾ സന്മാർഗത്തിൽ ചരിക്കുന്നതിന് വേണ്ടി, അവനിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി. ഒരു ടെലിഫോൺ സ്കോളർ നമ്മുമായി ബന്ധപ്പെടുകയാണ്. ബംഗ്ലാദേശിൽ നിന്ന് ആരിഫുസ്സമാൻ സാഹിബ് ടെലിഫോണിൽ നമ്മളൊപ്പം ബന്ധപ്പെടുകയാണ്. അസ്സലാമു അലൈക്കും ആരിഫുസ്സമാൻ സാഹിബ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എൻ്റെ ചോദ്യം ഇതാണ്: ലോകത്ത് മതത്തിൻ്റെ ഉദ്ദേശം എങ്ങനെയാണ് അതിനെ തുടങ്ങിയത്? മതത്തെ വിശുദ്ധ ഖുർആനിൽ വരുന്നു, അള്ളാഹു മനുഷ്യനെയും ജിന്നിനെയും അവൻ്റെ ആരാധനയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു. ഈ ആരാധന കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ രീതി എങ്ങനെയാണ്? ജസാക്കുമുല്ലാഹ്. ഹമീദ് ഖോസർ സാഹിബിനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇതിൻ്റെ ഉത്തരം. ലോകത്ത് മതം എങ്ങനെയാണ് തുടങ്ങിയത്? ഇതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. നോക്കുക, വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിയിട്ടുള്ള അധ്യാപനങ്ങൾ ഏതാണ്? അള്ളാഹു ആദം അലൈഹി സ്വലാമിനെ നബിയായിട്ട് ഈ ലോകത്ത് അയച്ചപ്പോൾ വിശുദ്ധ ഖുർആനിൽ ആദ്യത്തെ ജുസുവിൽ വന്നിരിക്കുന്നു. അവിടെ മുതൽക്കേ മതം അത് സ്ഥാപിതമാവുകയുണ്ടായി. ലോകത്ത് ആദ്യം ഒരു മതം മാത്രമായിരുന്നു, പിന്നെ പല മതങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരുന്നു. രണ്ടാമത്തെ കാര്യം ഇതാണ്: ആദ്യ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ സന്ദേശം എത്തിക്കാനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ വരാനും പോകാനുമുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും അള്ളാഹു നബിമാരാക്കുകയുണ്ടായി. 1,00,000-ൽ പരം അങ്ങനെ അള്ളാഹു പ്രവാചകന്മാരാക്കുകയുണ്ടായി. എവിടെയെല്ലാം പ്രവാചകന്മാർ വന്നോ, എത്ര കാലഘട്ടത്തിന് വന്നോ, അവരെവിടെയെല്ലാം ഒരേ സന്ദേശമാണ് എത്തിച്ചത്: അള്ളാഹുവിനെ ആരാധിക്കുക, അവൻ്റെ യഥാർത്ഥ അടിമയായിത്തീരുക,
അങ്ങനെയാണ് ഈ മതങ്ങൾ, പല മതങ്ങൾ ലോകത്ത് സ്ഥാപിതമായത്. പക്ഷെ അറ്റാവസാനം അള്ളാഹു ഇസ്ലാം മതത്തിനെ ഇറക്കുകയുണ്ടായി. അത് മുഴു ലോകത്തിന് വേണ്ടിയിട്ടുള്ള സാർവലൗകികമായിട്ടുള്ള മതമാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചോദ്യം, അള്ളാഹു ഇബാദത്തിന് വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചത് എന്ന് ഇദ്ദേഹത്തിൻ്റെ ചോദ്യമായിരുന്നു. അതിനെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ പറഞ്ഞതാണ്, അള്ളാഹു വലിയ വലിയ പബ്ലിക്കിൻ്റെ മുന്നിൽ വരാത്ത വലിയ വലിയ ജനങ്ങൾ, അതുപോലെ തന്നെ നാസ്, മനുഷ്യരെന്ന് ഉദ്ദേശിക്കുന്ന സാധാരണ ജനങ്ങൾ, അതായത് മനുഷ്യരിൽപ്പെട്ട തന്നെ ചില എലൈറ്റായിട്ടുള്ള ജനങ്ങൾ, അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാർ, അവരെല്ലാവരെയും അള്ളാഹു ആരാധനയ്ക്ക് വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇബാദത്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് രണ്ട് കാര്യമാണ്. ഒന്ന് അള്ളാഹുവിൻ്റെ അവകാശങ്ങൾ ഹുഖൂഖുള്ള, മറ്റ് ഹുഖൂഖുൽ ഇബാദ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ അവകാശങ്ങൾ. അപ്പോൾ ഇതിനെ പൂർത്തീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇബാദത്ത് അല്ലെങ്കിൽ ആരാധന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലത് അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതാണ്, അതുപോലെ തന്നെ മറ്റേത് മനുഷ്യരെയും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെയും അവകാശങ്ങളെ പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ഇത് തന്നെയാണ് അബൂദിയത്തിൻ്റെ മഖാമ്. ഇതാണ് ഒരു ചുരുക്കത്തിലുള്ളതിനുള്ള ഉത്തരം. അടുത്ത ചോദ്യം ഹമീദ് കോസ്റ്റർ സാഹിബിനോട് തന്നെയുള്ള ചോദ്യമാണ്. മറ്റുള്ള മതങ്ങളുടെ മുകളിൽ ഇസ്ലാമിൻ്റെ മേൽക്കോയ്മ അല്ലെങ്കിൽ ശ്രേഷ്ഠത എന്താണ്? മറ്റ് മതങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനെ അപേക്ഷിച്ച് ഇസ്ലാമിൻ്റെ ശ്രേഷ്ഠത ഇതാണ്. വിശുദ്ധ ഖുർആനിൽ നിന്നുകൊണ്ട് അതിന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീന. അതായത് വിശുദ്ധ ഖുർആൻ സ്വന്തം ഈ വിളംബരപ്പെടുത്തുന്നു, സ്വന്തം വാദം വെക്കുന്നു, അള്ളാഹു ഇസ്ലാം ദീനിനെ അതിനെ പരിപൂർത്തീകരിച്ചിരിക്കുന്നുവെന്ന്. മറ്റൊരു മതത്തിൻ്റെയും ഈ ഒരു വാദമില്ല, മറ്റൊരു മതത്തിലും ഈ കാര്യം ഇല്ല. പരിപൂർണമാണ് എല്ലാ രീതിയിലും എന്നുള്ള വാദമില്ല. മനുഷ്യന് വേണ്ടിയിട്ട് എന്തെല്ലാം അധ്യാപനങ്ങളുടെ ആവശ്യമുണ്ടോ അള്ളാഹു അതെല്ലാം മനുഷ്യന് വേണ്ടിയിട്ട് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഇറക്കിയിരിക്കുന്നു. ഇതാണ് ഏറ്റവും വലിയായിട്ടുള്ള പ്രത്യേകത. വിശുദ്ധ ഖുർആൻ സ്വന്തം വിളംബരപ്പെടുത്തിയിരിക്കുന്നു ഇസ്ലാം പരിപൂർണമായിട്ടുള്ള ഒരു മതമാണ് എന്നുള്ളത്, മുഴു ലോകത്തിനും വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം അല്ലാഹു പറയുന്നു, ഈ മതം ഇതിനെ സ്വീകരിക്കാൻ സാധ്യമായിട്ടുള്ള മതമായിട്ടുള്ളത് അത് ഇത് മാത്രമാണ് അല്ലാഹു പറയുന്നു. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഇതിൽ പ്രവർത്തിച്ചു കൊണ്ട് തന്നെ മാത്രമായിരിക്കും ഇനി അള്ളാഹുലേക്ക് എത്താൻ സാധ്യമാവുക. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്. അൽ ഖുൽഖു അയാലുള്ള എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ മനുഷ്യൻ്റെ സൃഷ്ടികൾ അത് അള്ളാഹുവിൻ്റെ കുടുംബമാണ്. ഹബ്ബു ഇലല്ലാ ഫഹബ്ബുൽ ഖൽഖു ഇലല്ലാ മൻ അഹ്സന ഇലാ അയാലിഹി. അള്ളാഹുവിൻ്റെ സവിധത്തിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള വ്യക്തി അള്ളാഹുവിൻ്റെ കുടുംബക്കാരോട്, അതായത് മനുഷ്യരോട് നല്ല രീതിയിൽ പെരുമാറുന്നവനായിരിക്കുമെന്ന്. അപ്പോൾ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും സിഖ് ആയാലും എന്നുള്ള വ്യത്യാസമില്ല ഇസ്ലാമിന്. ഇസ്ലാം എല്ലാ മതങ്ങൾക്കും വേണ്ടിയിട്ട്, എല്ലാ വ്യക്തികൾക്കും വേണ്ടിയിട്ടാണ്. അതിനെ സ്വീകരിച്ചാൽ അവർക്ക് തന്നെയാണ് ഉപകാരം, മറ്റുള്ളവർക്കല്ല. ഇത് രണ്ടാമത്തതിൻ്റെ പ്രത്യേകതയാണ്. മൂന്നാമത്തെ പ്രത്യേകതയാണ്, ഇന്ന നഹ്നു നസൽന സിക്ര വ ഇന്ന ലഹു ലഹാഫിളൂൻ. ഈ ഗ്രന്ഥം അതിനെ നാം തന്നെയാണ് ഇറക്കിയത്, മറ്റൊരു വ്യക്തിയോ അല്ല ഇതിനിറക്കിയിരിക്കുന്നത്. നാം തന്നെ ഇതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നതാണെന്നുള്ളത്, ഖിയാമത്ത് വരെ ഇതിനെ സംരക്ഷിക്കുന്നതാണെന്ന്. 1400 വർഷങ്ങളായിരിക്കുകയാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ട്. ഒരു അക്ഷരമോ അല്ലെങ്കിൽ ഒരു വള്ളിയോ പുള്ളിയോ വ്യത്യാസമില്ല എന്നും. ഈ മറ്റേതെങ്കിലും വ്യക്തിയാണ് ഇതിനെ ഇറക്കിയിരിക്കുന്നതെങ്കിൽ ഇതിനെ സംരക്ഷിക്കുകയാണെങ്കിൽ മറ്റൊരു വ്യക്തി എപ്പോഴും ഇത് നശിച്ചു പോയേനെ. പക്ഷേ ഏറ്റവും ഉത്തമമായ രീതിയിൽ സുരക്ഷിതമാക്കപ്പെട്ട മതഗ്രന്ഥം അത് വിശുദ്ധ ഖുർആനല്ലാതല്ല. ഇറങ്ങിയപ്പോൾ തന്നെ സഹാബാക്കൾ അതിനെ മനഃപ്പാഠമാക്കുകയുണ്ടായി. ഏറ്റവും അതിനെ
സുരക്ഷിതമാക്കാനുള്ള മാർഗം അത് സ്വഹാബാക്കൾ അതിന് മനഃപ്പാടമാക്കുകയുണ്ടായി. ഹുസൂർ തിരുമനസ് അത് ഇറങ്ങുന്നതോടൊപ്പം തന്നെ സഹാബാക്കൾക്ക് അത് മനഃപ്പാടമാക്കുമായിരുന്നു. അങ്ങനെ അവർ ലോകത്തിൻ്റെ കൊണുകളോളം എത്തുകയുണ്ടായി. അങ്ങനെ വിശുദ്ധ ഖുർആനെ അതിൽ ലോകത്ത് കൊണുകളോളം എത്തിക്കുകയുണ്ടായി സഹാബാക്കൾ. വിശുദ്ധ ഖുർആൻ ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണ്. അത് അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്. എന്നും അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. ഇതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. അള്ളാഹു പറയുന്നു, ഇതൊരു സാർവലൗകിക മതമാണ്. എല്ലാ കാലഘട്ടത്തിനും എല്ലാ സ്ഥലങ്ങൾക്കും എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടാണ്. വമ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, നാം മുഴുവൻ ലോകത്തിന് വേണ്ടിയിട്ടും റഹ്മത്തായിക്കൊണ്ട് അനുഗ്രഹമായിട്ടാണ് അയച്ചിരിക്കുന്നത്. ഈ റഹ്മത്തൻ ലിൽ ആലമീനാണ്. ഇത് ഒരു സമൂഹത്തിന് വേണ്ടി മാത്രമല്ല, സർവ പ്രപഞ്ചത്തിൽ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാവർക്കും റഹ്മത്തും അനുഗ്രഹമായിട്ടാണ്. മറ്റൊരു കാര്യം അല്ലാഹു പറയുന്നു, ഖുൽ യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമിഅ, അല്ലയോ ജനങ്ങളെ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് റസൂലായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് വിളംബരപ്പെടുത്തുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഒരു പ്രത്യേക സ്ഥലത്തിനോ ഒരു പ്രത്യേക സമൂഹത്തിനോ വേണ്ടിയല്ല, ഒരു പ്രത്യേക ജാതിക്ക് വേണ്ടി മാത്രമല്ല, ബനി ഇസ്രായേൽ അല്ലെങ്കിൽ ബനി ഇസ്മായിലിന് വേണ്ടി മാത്രമല്ല, പക്ഷെ ഞാൻ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ്. ഇത് ഇസ്ലാം മതത്തിൻ്റെ മാത്രം പ്രത്യേകതമാണ്. ഇത് മുഴു ലോകത്തിന് വേണ്ടി അയക്കപ്പെട്ടതാണ്. ഇതൊരു സാർവലൗകിക മതമാണ്. ഇതിൻ്റെ ആ സാർവലൗകികതയുടെ ഒരു തെളിവ് നിങ്ങൾ നോക്കുക. ഇന്ന് ലോകത്ത് എവിടെ പോയാലും, ചൈനയിൽ പോയാലും എവിടെ പോയാലും ഒരു വിശുദ്ധ ഖുർആൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനെ വായിക്കുന്നു. പ്രത്യേകമായിട്ട് റമദാനിൽ എല്ലാ പള്ളികളിലും വിശുദ്ധ ഖുർആൻ ഓതപ്പെടുന്നത് അതൊന്ന് മാത്രമാണ്. ഇത് എത്ര വലിയ ഐക്യമാണെന്ന് നോക്കുക. ഇസ്ലാമിൻ്റെ വലിയൊരു ശത്രു ഉണ്ടായിരുന്നു, എതിരാളി പറയുമായിരുന്നു, 2 കാര്യമാണ് ആ മുസ്ലിങ്ങളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. ഒന്ന് വിശുദ്ധ ഖുർആൻ, അതായത് മുസ്ലിങ്ങളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന 2 കാര്യമാണ്. ഒന്ന് വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ കാബയുമാണ്. അതായത് ഖിബില, അത് ലോകത്ത് എവിടെ തന്നെ ഒരു മുസ്ലിം ഉണ്ടായാലും ഖിബിലയിലായിരിക്കും അവൻ തിരിക്കുക, അവൻ കാബയിലേക്കായിരിക്കും അവൻ്റെ മുഖം തിരിക്കുക. അപ്പം ഇസ്ലാമിൽ മുസ്ലിങ്ങളുടെ ഉള്ളിൽ പല രീതിയിലുള്ള വ്യത്യാസങ്ങളും അതുപോലെ തന്നെ തർക്കങ്ങളുമുണ്ട്. പക്ഷേ ഇതെല്ലാം അവരുടെ സ്വന്തം തെറ്റുകൾ കാരണമാണ്, അവരുടെ സ്വന്തം തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ കാരണമാണ്. അതിൻ്റെ പരിഷ്കരണത്തിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ അള്ളാഹു ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയച്ചിരിക്കുന്നു. അത് ഹസ്രത്ത് മിർസ ഗുലാം അഹ്മദ് ഖാദിയാനി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അദ്ദേഹം വന്നുകൊണ്ട് ഈ എല്ലാ വ്യത്യാസങ്ങളെയും എതിർപ്പുകളും അല്ലെങ്കിൽ തമ്മിലുള്ള പ്രശ്നങ്ങളെയും അതിന് തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു. ഇനി മുസ്ലിങ്ങൾ അതിനെ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും മറ്റൊരു വലിയൊരു പ്രത്യേകത, അത് ഇതൊരു ജീവനുള്ള മതമാണ്. ഇന്നും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാം വരവ്, അതായത് ഹസ്രത്ത് മിർസ ഗുലാം അഹ്മദ് ഖാദിയാനി അലൈഹി സ്വലാത്തു വസ്സലാം ഖലീഫ, ഇന്നത്തെ 5ാമത്തെ ഖലീഫത്തുൽ മസീഹ് അൽ ഖാമിസ്, തൻ്റെ ഖുതുബകളിൽ നൽകുന്ന ഉപദേശങ്ങൾ മുഴു ലോകവും അതിനെ കേൾക്കുന്നു. ഇത്ര വലിയ ഒരു ഐക്യം നിങ്ങൾക്ക് വേറെ ഒരിടത്തും കാണാൻ സാധ്യമല്ല. എല്ലാ ഭാഷ മനസ്സിലാക്കുന്ന ഓരോ ഭാഷയിലുള്ള വ്യക്തികൾക്കും ആ ഭാഷയിൽ അവർക്ക് തർജ്ജമ കൽപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവർ ഖുതുബ സശ്രദ്ധം കേൾക്കുന്നു. ഈ ഒരു പ്രത്യേകത മറ്റൊരു വേറൊരു മതത്തിലുമില്ല. ഉമ്മത്തെ വാഹിദ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഉമ്മത്ത് അത് ഇത് മാത്രമാണ്. ഹൗദൂത്ത് ഇന്നലെ നൽകിയിട്ടുള്ള ഖുതുബ നൽകുകയുണ്ടായി. ശുക്ർ, നന്ദി പ്രകടനം എങ്ങനെയായിരിക്കണമെന്നാണെന്ന് പറയുകയുണ്ടായി. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉദ്ധരണികൾ വെച്ചുകൊണ്ടും ഹുസൂർ അയ്യുല്ലാഹു തആല പറഞ്ഞ് മനസ്സിലാക്കി തരികയുണ്ടായി. നമ്മുടെ ഹൃദയങ്ങളിൽ അത് ഇറങ്ങുന്നു, അത് രീതിയിൽ നാം പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ഇതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകതകൾ. ഇതിന് ഒരു നേതൃത്വമുണ്ട്, ഇതിനൊരു ഇമാമുണ്ട്, ഇതിനൊരു ഖലീഫയുണ്ട്, മുഴുവൻ ഉമ്മത്തിനെയും വഴികേടിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു ഇമാമുണ്ട്. ഒരു മാർഗത്തിൽ അതിനെ നിലനിർത്തുന്നു, അത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നുള്ള മാർഗമാണ്. അപ്പോൾ അത് കാരണം നമുക്ക് നന്ദി പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് ഈ നിയമത്ത് നൽകിയിരിക്കുന്നു. ഇന്നലെ ഹുസൂർ തിരുമേനി പറഞ്ഞതുപോലെ വിശദീകരിച്ചുകൊണ്ട് പറയുകയുണ്ടായി. ജസാക്കുമുല്ലാഹ് അഹ്സനുൽ ജസാ. പ്രേക്ഷകരെ,
ഒരുപാട് ചോദ്യങ്ങൾ പ്രേക്ഷകരിൽ നിന്ന് വരുന്നുണ്ട്. അതിലൊരു ചോദ്യം ഞാൻ ഈ പ്രോഗ്രാമിൽ നമ്മൾ ഉൾപ്പെടുത്തുകയാണ്. ഒഡീസ ഇന്ത്യയിൽ നിന്നാണ് സക്കി അഹമ്മദ് സാഹിബ്. അദ്ദേഹം ചോദിക്കുന്നു, അദ്ദേഹം ചോദ്യം ഇതാണ്: ഹസ്രത്ത് മസീഹ് മൗഊദ് വസ്സലാമിൻ്റെ നിയോഗത്തിന് മുമ്പ് ഏതെങ്കിലും മുസ്ലിം പണ്ഡിതൻ കുസൂഫ് സൂര്യചന്ദ്രഗണങ്ങളുടെ ഹദീസിനെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നോ? അദ്ദേഹം എൻ്റെ ഗ്രന്ഥത്തിൽ ഏതെങ്കിലും ഇതിനെക്കുറിച്ച് പരാമർശമുണ്ടായിരുന്നു? മത്താമുൽ ജുബ്ലോൺ സാഹിബിനോടാണ് ഈ ചോദ്യം. ജസാക്കുമുള്ള. ഈ അടയാളം സൂര്യചന്ദ്രഗണങ്ങളെ സംബന്ധിച്ച ആ അടയാളം, അതിൽ ദാറുൽ ഖുദ്നിയുടെ ഹദീസ് വളരെ പ്രസിദ്ധമായ ഹദീസാണ്. അതിൽ പരാമർശമുണ്ട് ഇമാം മഹദിക്ക് 2 അടയാളങ്ങളുണ്ട്. റംസാനിലെ ചന്ദ്രഗ്രഹണങ്ങളോടൊക്കെ നിശ്ചയിക്കപ്പെട്ട ചന്ദ്രങ്ങളിലെ ആദ്യ തീയതികളിലും സൂര്യഗ്രഹണത്തിന് നിശ്ചയിക്കപ്പെട്ട തീയതികളിൽ മധ്യത്തിലും അത് സംഭവിക്കുന്നതാണ്. ചോദ്യം ഇതാണ്: ജമാഅത്ത് അഹമ്മദികൾക്ക് മുമ്പ് ഈ ഹദീസ് അംഗീകരിച്ചിരുന്നവരുണ്ടായിരുന്നോ? അവരതിന് തീർച്ചയായും ഒരുപാട് ഉലമാക്കൾ, മിക്ക പണ്ഡിതന്മാരും ഈ കാര്യം അംഗീകരിച്ചിരുന്നു. ഇമാം മഹദി വരുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഈ അടയാളം വെളിപ്പെടുമെന്ന്. അത് നിഅമത്തുള്ള അലി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ പ്രസിദ്ധനായ ഒരു വലിയാണ്. അദ്ദേഹം തൻ്റെ ഒരു പേർഷ്യൻ കവിതയിൽ അതിന് വളരെ വരാൻ പോകുന്ന വാഗ്ദത്തദ്വാരനെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട്, ആ കാലം വരുമ്പോൾ ചന്ദ്രന് ഗ്രഹണം സംഭവിക്കും. വ മഹറ റൂസിയ മബീനം, ചന്ദ്രനും ഗ്രഹണം സംഭവിക്കും, സൂര്യനും ഗ്രഹണം സംഭവിക്കും. അലിഫ് ഹോ മീം ദാൽ നാം നൂൻ ദ, അതായത് ഈ ഗ്രഹണം സംഭവിക്കുമ്പോൾ മഹദി വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പേര് അലിഫ് ഹേ മീം ദാൽ എന്നായിരിക്കും. ഫാർസി അദ്ദേഹത്തിൻ്റെ പേര് അഹമ്മദ് എന്നായിരിക്കും. ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇമാം മഹദി, അദ്ദേഹത്തിൻ്റെ പേരിലേക്കാണ് അദ്ദേഹം പ്രവചനം ചെയ്തത്, തൻ്റെ പേർഷ്യൻ കവിതയിൽ പറഞ്ഞത്. ഈ ഹദീസിനെ കുറിച്ച് പറയുക, പ്രവചന രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ പേരെന്തായിരിക്കും എന്ന് പറയുകയുണ്ടായി. ഇത് കൂടാതെയും അത് മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ നിയോഗത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ഉലമാക്കൾ അവർ തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ അത് വിവരിക്കാറുണ്ടായിരുന്നു. എന്നല്ല, അത് മസീഹ് സ്വലാത്തു വസ്സലാം താൻ മഹദിയാണെന്ന് വാദമുന്നയിച്ചപ്പോൾ എതിരാളികൾ തൻ്റെ എതിർപ്പിൽ ഈ സംഗതിയെ അവർ ജനങ്ങൾ മുമ്പാകെ അവതരിപ്പിക്കാൻ തുടങ്ങി. അതായത് സൂര്യചന്ദ്രഗ്രഹണങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാവണമല്ലോ, ഇത് ഹദീസുകളിൽ വന്നിട്ടുണ്ടല്ലോ, പിന്നെ ഇദ്ദേഹം എങ്ങനെ ഇമാം മഹദിയാവും എന്ന് ചോദിക്കും. എന്നാൽ ഈ അടയാളം പ്രകടമായപ്പോൾ ആ പണ്ഡിതന്മാരെന്നെ പറയാൻ തുടങ്ങി, ഈ ഹദീസ് ദുർബലമാണ്, സൈഫാണ്, അങ്ങനെ പല കാര്യങ്ങൾ വരെ പറയാൻ തുടങ്ങി. ആദ്യം ഇവർ പറയാറുണ്ടായിരുന്നു. അത് മസീഹ് സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് മുസ്ലിം തലാൻ ഒരു സ്ഥലത്ത് പറയുകയുണ്ടായി. ഈ ഉലമാക്കളിൽ ഒരു ആലിമുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഈ അടയാളം പ്രകടമായപ്പോൾ 1996 പ്രകടമായപ്പോൾ അയാൾ തൻ്റെ തുടക്കടിച്ചിട്ട് പഞ്ചാബിൽ പറയാറുണ്ടായിരുന്നു, ഇനി നിങ്ങൾ വൈബ് വെച്ച് പോകുമല്ലോ എന്നിവരെ പറഞ്ഞു. തീർച്ചയായും ആ പണ്ഡിതന്മാർ പറയാറുണ്ടായിരുന്നു ഈ ഹദീസ് സത്യമാണ് എന്നുള്ളത്. ഇമാം മഹദി വരുമ്പോൾ അദ്ദേഹത്തിനായി അടയാളം വെളിപ്പെടുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതനുസരിച്ച് അള്ളാഹു അനുഗ്രഹത്താൽ ഈ അടയാളം വെളിപ്പെടുകയും അത് മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാൻ അലൈഹി സ്വലാം, മസീഹ് മൗഊദ്, മഹദി മൗഊദ് അലൈഹി സ്വലാമിൻ്റെ സത്യത്തിനായി അവിടുന്ന് അത് തെളിയിക്കുകയുണ്ടായി. ജസാക്കുമുല്ലാ ഹസ്നുൽ ജസാ. എൻ്റെ അടുത്ത ചോദ്യം മുജീലോൺ സാഹിബിനോട് തന്നെയാണ്. പലരും ആക്ഷേപിക്കാറുണ്ട്, ലോകത്ത് പല ദുരിതങ്ങളും ഭിന്നിപ്പുകളും പല കലഹങ്ങളൊക്കെ അത് മതം കാരണമായിട്ടാണ് ഉണ്ടാകുന്നത്. ഇതിനെന്ത് മറുപടിയാണ് നൽകാൻ സാധിക്കുക? ജസാക്കുമുള്ള. ഹസ്രത്ത് മസീം ഖലീഫത്തുൽ മസീഹ് ഖാമി സുല്ലല്ലാഹു ബിൻ നസ്ൽ അസീസ് ജൽസ സാൽന 2014 എൻ്റെ സമാപന പ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ അവസാന പ്രഭാഷണത്തിൽ ജൽസയുടെ ഈ ആക്ഷേപത്തിനുള്ള വളരെ വ്യക്തമായ നിലയിൽ മറുപടി നൽകിയിട്ടുണ്ട്. തുടക്കത്തിൽ ഹുസൂർ അയ്യൂബ് തആല ബിൻ നസ്ൽ അസീസ് ഈ ആക്ഷേപത്തെക്കുറിച്ച് പറയുന്ന ചില ആളുകൾ പറയുന്നത് മതത്തിൻ്റെ കാരണത്തിലാണ് പലതരത്തിലുള്ള രക്തം ചൊരിയപ്പെടുന്നത്, പലതരത്തിലുള്ള ഫസാദുകളുണ്ടാകുന്നു, ലോകത്ത് പ്രത്യേക മതങ്ങളായ ക്രിസ്ത്യാനികളും ഇസ്ലാം മതത്തിന് വായിക്കുകയാണെങ്കിൽ യുദ്ധങ്ങളെക്കുറിച്ചാണ് നമുക്ക് ലഭിക്കുക. ഒരാൾ സ്റ്റീവ് വെൽസ് തൻ്റെ ഗ്രന്ഥത്തിൽ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു ആക്ഷേപം ഉന്നയിക്കുന്ന ഒരാളുടെ അയാൾ പറയുന്നു, ബൈബിൾ വായിച്ചാൽ മനസ്സിലാവുന്നത്
25 ലക്ഷത്തോളം 25 ലക്ഷത്തിലെ ആളുകളത്തോളം മതം കാരണം നശിച്ചു എന്ന് പറയുന്നുണ്ട്. ഇത് ബൈബിളിൻ്റെ അഭിപ്രായമാണ്. എന്നാൽ എനിക്ക് മനസ്സിലാവുന്നത് 25 മില്യൺ ആളുകൾ മതം കാരണത്തിലും നശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതുപോലുള്ള ആക്ഷേപമാണ് നിങ്ങൾ ചോദിച്ചത്. ഖലീഫത്തുൽ മസീഹ് ഖാമിസ് അല്ലാഹു ബിൻ സ്ലാസി ഇതിനെക്കുറിച്ച് പരാമർശം. ഇതിൻ്റെ ഒരു വ്യക്തമായ മറുപടി എന്ന് പറയുന്നത് ഹുസൂർ നൽകിയത് തൻ്റെ പ്രഭാഷണത്തിൽ 2014 ആ ജൽസ സാൽന UK സമാപന സമ്മേളനം നൽകിയത്. അത് വായിക്കേണ്ടത് തന്നെയാണ്. അത് മുഴുവനൂടെ പറയാൻ സാധ്യമല്ല. ചില കാര്യങ്ങൾ ഞാൻ അതിൽ നിന്ന് ചില കാര്യങ്ങൾ സമയപരിധി കണക്കിലെടുത്തുകൊണ്ട് വിവരിക്കുന്നതായിരിക്കും തോന്നുന്നു. അതിൽ ഖലീഫത്തുൽ മസീഹ് ഖാമിസ് അല്ലാഹു ബിൻ സ്ലാസി പറയുകയുണ്ടായി, മതം എന്ന് പറയുന്നത് അത് യുദ്ധത്തിൻ്റെ സന്ദേശം നൽകുന്ന ഒന്നല്ല. മതത്തിൻ്റെ അടിസ്ഥാന താലീം എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെതാണ്. ലോകത്ത് വന്നിട്ടുള്ള ലോകത്ത് ഒരു മതവും വരെ യുദ്ധം നടത്താനല്ല. സയൻസുമായി ബന്ധപ്പെട്ട് ഹുസൂർ പറയുകയുണ്ടായി. ഹുസൂർ അൻവറുല്ലാഹി ബിൻ അസീസ് പറയപ്പെടുന്നത് സയൻസിൻ്റെ കാലഘട്ടത്തിൽ മതത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ രക്തച്ചൊരിച്ചിൽ നിന്നൊക്കെ നമ്മൾ സയൻസിലേക്ക് വരണമെന്ന് പറയുന്നുണ്ട്. ഹുസൂർ പറയുന്നു, സയൻസ് ശരിയാണ്, നല്ല കാര്യം തന്നെയാണ്. അതുകൊണ്ട് പുരോഗതി ഉണ്ടാവുന്നു, അഭിവൃദ്ധി ലഭിക്കുന്നു, നല്ല കാര്യങ്ങളുടെ പല കാര്യം കണ്ടുപിടിക്കപ്പെടുന്നു. എന്നാൽ സയൻസിൻ്റെ കാര്യം പറയുന്ന ആളുകൾ, മതത്തിൽ നിന്ന് അകറ്റുന്ന ആളുകൾ, അറിയില്ലേ, അവർ നോക്കുന്നില്ലേ, അവർ മറിയുന്നില്ലേ? സയൻസ് ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ അത് പലതരം ഗ്യാസ് കാരണത്താൽ പലതരത്തിൽ നാശങ്ങളും ലോകത്ത് നടക്കുന്നുണ്ട്. ഹുസൂർ പറയുന്നു, ചുരുങ്ങിയത് 2ാം ലോക മഹായുദ്ധം അതിൽ തന്നെ ചിന്തിച്ചാൽ മതിയായിരുന്നു, അവർക്ക് മനസ്സിലാകുമായിരുന്നു. ഈ ആറ്റം ബോംബ് അതിൽ 70 മില്യൺ ആളുകൾ തന്നെ ആ ഒരു യുദ്ധത്തിൽ നശിച്ചൊടുങ്ങുകയുണ്ടായി. ഹുസൂർ പറയുന്ന ആ ഒരു യുദ്ധത്തിൽ തന്നെ 60-70 ദശലക്ഷം മില്യൺ ആളുകളാണ് മരിച്ചത്. സ്ത്രീകളുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. ഒരു നഗരം തന്നെ നോക്കി നിൽക്കാൻ നശിപ്പിക്കപ്പെടും. ഇത് മതയുദ്ധമായിരുന്നില്ലല്ലോ, ഇത് ശാസ്ത്രത്തിൻ്റെ ശാസ്ത്രീയ കാര്യങ്ങളെ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ നാശമുണ്ടായത്. അടിസ്ഥാനപരമായ സംഗതി ഹുസൂർ ഇതിൽ പറഞ്ഞത്. ഇവിടെ സംഗതി എന്താണെന്ന് വെച്ചാൽ, മതം എന്ന് പറയുന്നത് യുദ്ധത്തിന് വേണ്ടി കൊതിക്കുന്നു അല്ലെങ്കിൽ പഠിപ്പിക്കുന്നു എന്നല്ല, സമാധാനം കെടുത്തുന്നു എന്നുള്ളതല്ല. മതത്തിൻ്റെ അടിസ്ഥാനം നിറഞ്ഞത് സമാധാനവും ശാന്തിയുമാണ്. അള്ളാഹു കാരുണ്യവാനാണ്. അള്ളാഹു തൻ്റെ റഹ്മാനിയത്തും റഹീമിയത്തും കാരണമായിട്ട് അവനോട് ദയാവായ്പയോടുകൂടി പെരുമാറുന്നവനാണ് അള്ളാഹു. അവനോട് കാരുണ്യം കാണിക്കുന്നവനാണ്, അവൻ ഔദാര്യം കാണിക്കുന്നവനാണ് അള്ളാഹു. എന്നാൽ അവൻ താക്കീതും ചെയ്യാറുണ്ട്. ആ താക്കീത് എന്ന് പറയുന്നത്, എൻ്റെ നിയമങ്ങളനുസരിച്ച് നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനമുണ്ടാവും, ഗുണമുണ്ടാവും, നിങ്ങൾക്ക് ലൗകികമായിട്ടുള്ള ഗുണമുണ്ടാവും, ആഖിറത്തിലും നിങ്ങൾക്ക് ഗുണമുണ്ടാവും. എന്നാൽ എൻ്റെ നിയമത്തെ നിങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് വിപത്തുകളും ആപത്തുകളും നിങ്ങൾക്ക് നാശങ്ങളും നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരും. ഹുസൂർ പറയുന്നു, അള്ളാഹു താക്കീത് നൽകുന്നു, അതവനെ ജാഗ്രതപ്പെടുത്തുന്നു. അത് വാണിംഗ് തരാനല്ല, വാണിംഗ് നൽകാതെ അവൻ ശിക്ഷിക്കാറില്ല. അവൻ ആദ്യം വാണിംഗ് നൽകും, നിങ്ങൾ നന്നാവുക, നിങ്ങൾ ശരിയായ മാർഗ്ഗത്തിൽ കൊണ്ടുവരിക, എൻ്റെ നിയമം അനുസരിച്ച് എൻ്റെ സുന്നത്തനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അതല്ലെങ്കിൽ അതിൻ്റെ ഫലം അത് പ്രകടമാക്കുന്നതായിരിക്കും. അള്ളാഹു പല രൂപത്തിലും അത് വെളിപ്പെടുത്തുന്നതായിരിക്കും. അള്ളാഹു പറയുന്നു, ഈ നടന്ന യുദ്ധത്തിൽ അതിൽ വാർണിംഗ് ഉണ്ടായിരുന്നില്ല. ലക്ഷക്കണക്കിന് ആളുകളെ മില്യൺ കണക്കിന് ആളുകളെ നശിപ്പിച്ചത് ഒരു വാണിംഗ്. എന്നാൽ അള്ളാഹു അങ്ങനെ ചെയ്യുന്നവനല്ല. അള്ളാഹു കാരുണ്യവാനാണ്. അവൻ ആദ്യം താക്കീത് നൽകുന്നു, വാണിംഗ് നൽകുന്നു, പിന്നീട് അവൻ്റെ താക്കീതിനെ പ്രയോജനപ്പെടുത്തില്ലെങ്കിൽ പിന്നെ അവർ നശിച്ചുകൊണ്ടിരിക്കുന്നു. മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ കാലഘട്ടത്തിൽ അത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടു. അവിടുന്ന് മുഖേന അള്ളാഹു സ്നേഹത്തിൻ്റെ സന്ദേശം നൽകും. മസീഹ് എന്ത് അധ്യാപനങ്ങളാണ് നൽകിയത്? ഇത് തന്നെയാണ്. അതായത് പരസ്പരം സ്നേഹിച്ചു ജീവിക്കുക, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പ്രവർത്തിച്ച് കാണിക്കുക, തൻ്റെ മോക്ഷത്തിനായിട്ട് മോക്ഷത്തിൻ്റെ മാർഗങ്ങൾ നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങളങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ, അവനെതിരെ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങളിൽ ഇറങ്ങുന്നതായിരിക്കും. ഹുസൂർ പ്ലാഗിൻ്റെ ഉദാഹരണം നൽകുകയുണ്ടായി. അത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം വിവരിക്കുകയുണ്ടായി.
അവരെ താക്കീത് ചെയ്തു. അതായത് നിങ്ങൾ ഈ കാര്യം വിശ്വസിക്കില്ല, അംഗീകരിക്കില്ല എങ്കിൽ അതിൻ്റെ ഫലമായിട്ട് അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് ഇറങ്ങുന്നതായിരിക്കും. അങ്ങനെ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയ ഹുസൂർ പറഞ്ഞു ഭൂകമ്പം വരുന്നതാണ്, പ്ലാഗും വന്നു. അതുപോലെ ആരാണോ വിശ്വസിച്ചത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് വാസ്തവത്തിൽ അള്ളാഹുവിൻ്റെ കാര്യങ്ങളായിരുന്നോ? അവർ സുരക്ഷിതരായി നിന്നോ? വിശ്വസിക്കാത്തവർ അവർ നശിച്ചു തുടങ്ങി, അവർക്ക് നാശം വന്നു. ഹുസൂർ പറയുന്നു അള്ളാഹുവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ അവരും വാസ്തവത്തിൽ തൻ്റെ അവർ സാധാരണക്കാരുടെ ജനങ്ങളോട് വളരെ സ്നേഹത്തോടു കൂടി വർത്തിക്കുന്നവരാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മൾ ഹദീസുകളിൽ വായിക്കുന്നുണ്ട്, ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കുന്നുണ്ട്. തായിഫിലെ ആളുകൾ അദ്ദേഹത്തെ ഓടിച്ചപ്പോൾ അദ്ദേഹം അവിടുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അള്ളാഹു ഇവരറിയുന്നില്ല, അള്ളാഹു ഇവർക്കറിയില്ല, ഇനി ഇവർക്ക് ഹിദായത്ത് നൽകിയാലും ഇവർക്ക് യാഥാർത്ഥ്യത്തെക്കുറിച്ച് അറിയുന്നില്ല. ഈ ഒരു സഹാനുഭൂതിയും അനുകമ്പയുമാണ് അവരിലുണ്ടായത്. അവർക്ക് തൻ്റെ ദാസർക്കുണ്ട്, അവർക്കുണ്ട് ഇതേ സ്നേഹവും അനുകമ്പയുമാണ് അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. ഈ പ്ലാഗിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ ഹുസൂർ പറയുകേണ്ടതിൽ ഈ രവായത്തിന് ഇതിന് അതായത് ഒരു നിവേദനം പറയുന്നു, പ്ലാഗിൻ്റെ കാലഘട്ടത്തിൽ അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം എത്രമാത്രം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഹുസൂർ പറയുന്നു ഹുസൂർ പറയുന്നതിന് സ്വന്തം കാതുകൾക്ക് അതായത് സുജൂദിൽ കരഞ്ഞു വിലപിച്ച് പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മുന്നിൽ ദുആ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അള്ളാഹുവെ ഈ കൗമിനെ ഈ ശിക്ഷയിൽ നിന്ന് രക്ഷിച്ചാലും ഇവർക്ക് ബുദ്ധി നൽകിയാലും അവരെ യാഥാർത്ഥ്യം മനസ്സിലാക്കട്ടെ, ഇവർ ശിക്ഷയിൽ നിന്ന് അവർ രക്ഷപ്പെടട്ടെ. ഇതാണ് അള്ളാഹുവിൻ്റെ റസൂൽ ദൂതൻ്റെ അവസ്ഥ. അവരുടെ മോക്ഷം ആഗ്രഹിക്കുന്നവരാണ്. അവരുടെ സ്നേഹത്താൽ അവരപ്പോൾ കരഞ്ഞു വിളിഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാണ് അവർക്ക് വേണ്ടിയിട്ട്. അള്ളാഹുവിൻ്റെ ദൂതൻ എന്ന് പറയുന്ന അള്ളാഹു അയച്ച ആളെ അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരപ്പെട്ട മതം അതെങ്ങനെയാണ് യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുക? ഹുസൂർ പറയുകയുണ്ടായി, അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിൻ്റെ ഉദ്ധരണികളുടെ അടിസ്ഥാനത്തിൽ പറയുകയുണ്ടായി. മതത്തിൻ്റെ ഖുലാസ എന്താണ്, അതിൻ്റെ രത്നചുരുക്കം എന്താണെന്ന് പറയുകയുണ്ടായി. ഒരു ചോദ്യത്തിന് ഒരാൾ ചോദിക്കേണ്ടായി. മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മതത്തിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്, ഹുക്കുല്ല ഹുക്കുൽ ഇബാദ്. അതായത് ഹുക്കുല്ല ആ സമയത്ത് അതല്ല വിഷയം, ഹുക്കുൽ ഇബാദ് അതും അള്ളാഹുവിൻ പഠിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ ദൂതനും അള്ളാഹുവിൻ്റെ മതം വരുന്നത് ജനങ്ങളെ ഫിത്നകളിലും ഫസാദുകളിലും അകപ്പെടുത്താണ് വരുന്നത് എങ്കിൽ, കലഹങ്ങൾ ഉണ്ടാക്കാനാണ് വരുന്നതെങ്കിൽ, യുദ്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നതെങ്കിൽ, ജനങ്ങളെ നശിപ്പിക്കാനാണ് വരുന്നതെങ്കിലും പിന്നെ ഹുക്കൂക്കുൽ ഇബാദിൻ്റെ സങ്കല്പം തന്നെ ഇല്ലല്ലോ. വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങൾ നിറഞ്ഞിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ ഈ കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അതായത് അള്ളാഹു എത്രമാത്രം ഹുക്കൂക്കുൽ ഇബാദ് വിവരിച്ചിരിക്കുന്നു എന്നുള്ളത്. ഹുസൂർ അൻവർ തലബിൻ അസീസ് ഈ കാര്യമാണ് പറഞ്ഞത്. മതത്തിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്, അള്ളാഹുവിനോടുള്ള കടമകൾ നിർവഹിക്കുക, അള്ളാഹുവിൻ്റെ സമസൃഷ്ടികളോടുള്ള കടമകൾ നിർവഹിക്കുക, അതായത് സമസൃഷ്ടികളെ സ്നേഹിക്കുക, അവരുടെ അനുകമ്പ കാണിക്കുക, തങ്ങളുടെ ധാർമ്മികത വിശാലമാക്കുക, നല്ല ധാർമ്മികതയോടുകൂടി പെരുമാറുക. ഇസ്ലാമിൻ്റെ ചുരുക്കം എന്താണ്? ഇസ്ലാമിൻ്റെ ഉദ്ദേശം തന്നെ ശാന്തിയും സമാധാനം എന്നുള്ളതാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഞാൻ ഈ കാര്യം സമയം കഴിഞ്ഞിരിക്കുന്നു, ഇസ്ലാം പഠിപ്പിക്കുന്നത് നിങ്ങൾ പരസ്പരം കാണുമ്പോൾ അസ്സലാമു അലൈക്കും പറയുക, അതായത് ശാന്തിയുടെ സമാധാനത്തിൻ്റെ സന്ദേശം നൽകാനാണ് പറയുന്നത്. ഈ അധ്യാപനമുള്ളൊരു മതം, അതായത് നിങ്ങൾ ഒരാൾ കാണുമ്പോൾ അയാൾ മതിലിൻ്റെ നിങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് മറിഞ്ഞു പോയാൽ പിന്നെ നീ അവനെ കണ്ടാൽ പോലും വീണ്ടും അവനെ സലാം ചെല്ലണം എന്നുള്ള ഇത്രമാത്രം സലാം പറയാൻ വേണ്ടിയിട്ട് ഊന്നൽ നൽകുന്ന മതം, അത് ലഡായും അതുപോലെ തന്നെ യുദ്ധത്തിൻ്റെ മതമാകാവുന്നതാണോ? ഇസ്ലാം ഒരിക്കലും തന്നെ അങ്ങനെ ഒരു അധ്യാപനം നൽകിയിട്ടില്ല. യുദ്ധവും കലാപവും ഉണ്ടാക്കുന്ന മതമല്ല ഇസ്ലാം. എന്നാൽ ഒരു പ്രതിരോധം എന്ന നിലയിൽ മുസ്ലിങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതൊരു കാലത്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും അള്ളാഹു അനുവാദം നൽകിയാണ്. എന്നാൽ അടിസ്ഥാനം എന്ന് പറയുന്നത് ശാന്തിയും സമാധാനവും അനുകമ്പവും സ്നേഹവും ഒക്കെ തന്നെയാണ്. ഇതാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. ജസാക്കുമുല്ലാഹ് ജസാ. പ്രേക്ഷകരെ, ഇതോടൊപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇതിൻ്റെ അവസാനത്തിൽ സയ്യിദന ഹസ്രത്ത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിൻ്റെ ഒരു ഉദ്ധരണി അവതരിപ്പിക്കുന്നതാണ്. ഹസ്രത്ത് മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാം അരുൾ ചെയ്യുന്നു, അള്ളാഹു എന്നെ അറിയിച്ചിരിക്കുന്നു, ലോകത്ത് എത്രമാത്രം മതം വന്നിട്ടുണ്ടോ, അത് പ്രബലപ്പെട്ടിട്ടുണ്ടോ, ലോകത്ത് പ്രചരിച്ചിട്ടുണ്ടോ, അവരെ ഒരു കാലം അവരിൽ കടന്നു പോകും. അവരിൽ ഒരു മതവും ഇന്ന് അതിൻ്റെ യഥാർത്ഥ തനതായ അതായത് അവരിൽ ഒരു നബിയും വ്യാജന്മാരല്ല. ഇത് അള്ളാഹുവിൻ്റെ
സനാതനമായി നടന്ന ഒരു രീതിയാണ്. അതായത് അള്ളാഹുവിനെ എൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമിക്കുന്ന ആളുകൾ അള്ളാഹു ഒരിക്കലും വെറുതെ വിടാറുണ്ട്. അള്ളാഹു സുന്നത്താണ്. അതുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തി ഞാൻ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളവനാണ്, എന്നാൽ അള്ളാഹു നന്നായിട്ട് അറിയാൻ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളവല്ല എന്നുള്ളത്, അങ്ങനെ പറയുന്ന വ്യക്തിയെ അള്ളാഹു നശിപ്പിക്കുന്നതാണ്. അവൻ്റെ എല്ലാ പ്രവൃത്തികളും അള്ളാഹു ഇല്ലാതാക്കുന്നതാണ്. അവൻ്റെ അവസ്ഥ മോശമായി കൊണ്ടിരിക്കുന്നതാണ്. അവൻ അള്ളാഹുവിൽ കളവ് പറഞ്ഞ കാരണത്താൽ അള്ളാഹു അവന് മഹത്വം നൽകുന്നതല്ല. അള്ളാഹുവിന് മഹത്വം നൽകുന്നവനല്ല, സദ്വൃത്തിക്ക് നൽകുന്ന മഹത്വം നൽകുന്നതല്ല, ആ സ്വീകാര്യം നൽകുന്നതല്ല, ആ പ്രബലത നൽകുന്നതല്ല, അവൻ്റെ നബിമാർക്ക് നിശ്ചയിച്ച ആ പ്രബലത നൽകുന്നതല്ല. റുഹാനി ഖസായിൻ. ഇതോടുകൂടിയിട്ട് പ്രേക്ഷകരെ നമ്മുടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ ഈ വിഷയത്തെ നമ്മൾ തുടരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. लो तुम्हें तौर तसल्ली का बताया हमने। आओ लोगों के यही नूर खुदा पाओगे। लो तुम्हें तौर तसल्ली का बताया